സങ്കീർത്തനാലാപിനി ആനന്ദീശ്വരി ശിവസമാരംഭം ശങ്കരാചാര്യ സർവസ്യ അവിദ്യാവിഷയമുക്തം ബ്രഹ്മത്വം പരാദ യഥാ സർവം വേദയമാത്മാ ഇതി തേന വേദസ്യ അപ്രാമാണ്യമാശങ്കിതേ തദാശങ്കാനിവൃത്യർത്ഥം വേദമുക്തം പുരുഷനിശ്വാസവത് അപ്രയത്നോത്ഥിതത്വാത് പ്രമാണം വേദോ ന യഥാ അന്യോ ഗ്രന്ഥ ഇതി. തേന വേദസ്യ അപ്രാമാണ്യമാശങ്കതേ സർവസ്യ ദ്വൈതജാതസ്യ അവിദ്യാവിഷയ അവിദ്യാകാര്യമാണെന്ന് പറഞ്ഞു. ദ്വൈതം ബ്രഹ്മ അതിരിക്തമായി എന്തൊക്കെ അനുഭവപ്പെടുന്നു? ഇവിടെ പറഞ്ഞ വിജ്ഞാനാതിരിക്തമായി എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം അവിദ്യാവിഷയമാണെന്ന്. അവിദ്യാവിഷയമാണെങ്കിൽ വേദവും അങ്ങനെ അനുഭവപ്പെടുന്നു. ഈശ്വരന്റെ നിശ്വാസം പോലെ എന്ന് പറഞ്ഞെങ്കിലും അതും ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതാണ്. ശ്രവണേന്ദ്രിയത്തിലൂടെയാണ് വേദശബ്ദത്തെ ഗ്രഹിക്കുന്നത്. നാമരൂപം എല്ലാം അവിദ്യാവിഷയമാണെന്ന് പറഞ്ഞു. അപ്പോൾ വേദവും അവിദ്യാവിഷയവും. വിദ്യാവിഷയമാകുമ്പം അത് എങ്ങനെ പ്രമാണമാകും? ഈ നാമരൂപങ്ങളെല്ലാം എങ്ങനെ പ്രമാണമാകുന്നു? തേന വേദസ്യ അപ്രാമാണ്യം ആശങ്കതേ തദാശങ്ക നിവൃത്തിയർത്ഥം ഇതമുക്തം പുരുഷ നിശ്വാസവത് അപ്രയത്നോത്ഥിതത്വാത് പ്രമാണം വേദോ ന യഥാ അന്യോ ഗ്രന്ഥ ഇതി. എല്ലാ വിദ്യാവിഷയമാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം വിദ്യാവിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ശബ്ദാത്മകമായ വേദവും വിദ്യാവിഷയമാണ്. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും അവിദ്യാവിഷയമായതുകൊണ്ട് അത് പ്രമാണമാകാതിരിക്കുന്നു. പ്രമാണമാകാമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് യഥാർത്ഥമായ അനുഭവം ഉണ്ടാകാതിരിക്കില്ല. എന്നുവെച്ചാൽ ഉണ്ടാകാം.
എന്തുകൊണ്ട് തദാശങ്ക നിവൃത്തിയർത്ഥം ഇതമുക്തം ഭവതി പുരുഷ നിശ്വാസ അപ്രയത്നോത്ഥിതത്വ. മറ്റ് രചനകളെപ്പോലെ അല്ല. സർവ്വ ഈശ്വര സൃഷ്ടമാണെങ്കിലും ഇത് അപ്രയത്നോത്ഥിതമാണ്, പ്രയത്നം കൊണ്ടുണ്ടായതല്ല എന്നർത്ഥം. അതുകൊണ്ട് വേദം പ്രമാണമാണ്. ഇവിടെ ഇപ്പോ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മത്വം പരാദാതീതം സർവമായ ആത്മാ എന്നുള്ള ഈ ഭാഗത്തെക്കുറിച്ചാണ്. സർവം ആത്മാവാണെന്ന് പറയുന്നു. വിജ്ഞാന വ്യതിരേകമായി പ്രപഞ്ചമില്ല എന്ന് പറയുന്നു. ഇതെല്ലാം പറയുന്ന വേദം, തത്വത്തെ വെളിപ്പെടുത്തുന്ന വേദം. ആ വേദം മറ്റ് ഗ്രന്ഥങ്ങളെപ്പോലെയല്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് പുരുഷ നിശ്വാസവത്. സാധാരണ ജീവന്മാരുടെ നിശ്വാസം പോലെ, ജീവന്മാരുടെ നിശ്വാസം പോലെ എന്ന് പറഞ്ഞാൽ സഹജമായി, സ്വാഭാവികമായി. അപ്പോൾ വേദം ഇവിടെ വെളിപ്പെടുത്തുന്ന ഈ വിജ്ഞാനം എന്ന് പറയുന്നത് സഹജമായ വിജ്ഞാനമാണ്, സ്വാഭാവികമായ വിജ്ഞാനമാണ്. അതാണ് മറ്റ് ഗ്രന്ഥങ്ങളും വേദവും തമ്മിലുള്ള വ്യത്യാസം. മറ്റ് ഗ്രന്ഥങ്ങളും അതിലെ പ്രതിവാദി വിഷയങ്ങളും എല്ലാം ഈശ്വര സൃഷ്ടിയുണ്ട്. പക്ഷെ അതെല്ലാം മനുഷ്യബുദ്ധി കൽപ്പിതമാണ്. അതെല്ലാം മനുഷ്യന്റെ ഭാവനയാണ്, മനുഷ്യന്റെ സങ്കല്പങ്ങളാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇത് സഹജമായ വിജ്ഞാനമാണ്. മറ്റ് ഗ്രന്ഥങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് നാമരൂപാത്മകമായി പ്രപഞ്ചമാണ് അതിന്റെ വിഷയം. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചും ഭാവന ചെയ്തുമെല്ലാം എഴുതുന്നതാണ്. അത് വിഷയങ്ങൾ പലതാണ്, നാനാ വിഷയങ്ങളാണ്. ഈശ്വരൻ എല്ലാത്തിനും കർത്താവാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് ജീവബുദ്ധിയുടെ കൽപ്പനകളാണ്. ജീവബുദ്ധിയുടെ കൽപ്പനയാണ് ഇതല്ല. അതിന് വേദം പോലെയുള്ള പ്രാമാണ്യം വരത്തില്ല. വേദത്തിന് വരുന്ന സ്വതപ്രമാണം അതിന് വരത്തില്ല. പുരുഷബുദ്ധി ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ ഇത് അപ്രയത്നോത്ഥിതമാണ് എന്ന് പറയും. സഹജമായ വിജ്ഞാനമാണ് ഇവിടെ പറയുന്നത്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം വരുന്നത്? അവിടെ നാമരൂപാത്മകമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിനെ സംബന്ധിച്ചോരോ സിദ്ധാന്തങ്ങൾ പറയുന്നു. ഇവിടെ അങ്ങനെയല്ല, സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ഇത് സർവം യഥയമാത്മാ, സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള വിജ്ഞാനമാണ്. തന്നെക്കുറിച്ച് തന്നെയുള്ള വിജ്ഞാനമാണത്. ആ വിജ്ഞാനത്തിന് മാത്രമേ ഈ സഹജഭാവമുള്ളൂ. മറ്റങ്ങനെയല്ലല്ലോ. മറ്റ് വിജ്ഞാനങ്ങളെല്ലാം ഇന്ദ്രിയ അർത്ഥ സന്നികർഷം കൊണ്ടുണ്ടാകുന്നതാണ്. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം കൊണ്ടുണ്ടാകുന്നതാണ്. അത് വളരെ സൂക്ഷ്മമായിരിക്കും, ചിലപ്പോൾ വളരെ വിപുലമായിരിക്കും. അതിനും പല രഹസ്യങ്ങളും ഉണ്ടാകും. പക്ഷെ അതൊന്നും സഹജമായ വിജ്ഞാനമല്ല. സഹജമായ വിജ്ഞാനം എന്ന് പറയുമ്പോൾ അത് സ്വരൂപത്തെക്കുറിച്ചുള്ള വിജ്ഞാനം. അത് വേദത്തിന്റെ താല്പര്യമാണ്. അല്ല വേദത്തിൽ മറ്റ് വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ.
അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും വേദത്തിന്റെ താല്പര്യം അതിനൊന്നുമില്ല. അതിപ്പോ ഒരാൾ ലോകത്തിൽ കാണുന്ന കാര്യം പറയുന്നു. ലോകം എങ്ങനെയാണോ അനുഭവപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നു. പക്ഷെ താല്പര്യം അതല്ല, തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അപ്പോൾ മുഖ്യം വേദം എന്ത് പറയുന്നു എന്നുള്ളതല്ല, വേദത്തിൽ നിന്ന് എന്ത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതല്ല, വേദത്തിന്റെ താല്പര്യം എന്തെന്നുള്ളതാണ്. പൂർവമീമാംസകർ പറയും, വേദത്തിലെ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും അതിന്റെ താല്പര്യം ആ ഓരോ സന്ദർഭം എടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു യാഗത്തെക്കുറിച്ച് പറഞ്ഞു, അശ്വമേധത്തെക്കുറിച്ച് പറഞ്ഞു, അഗ്നിഹോത്രത്തെക്കുറിച്ച് പറഞ്ഞു, അതിന്റെ അനുഷ്ഠാനം എങ്ങനെയാണ്, അതിന്റെ ഫലം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നിർണ്ണയിക്കണമെങ്കിൽ ഓരോ ഭാഗത്തും, കാരണം പലതരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ചും പലതരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചും പറയുന്നു. അപ്പോൾ ആ കർമ്മത്തിനൊക്കെ ഒരു ഐകരൂപ്യം വരുത്തണം. കാരണം ഈ വേദം നോക്കിയിട്ട് ജ്യോതിഷ്ഠോമോ അല്ലെങ്കിൽ അശ്വമേധം ചെയ്യുന്നു, എല്ലാവരും ഇത് ഒരേ തരത്തിൽ ചെയ്യണം. എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരു തരത്തിലുള്ള ആശയം കിട്ടും. അപ്പോൾ അവിടെ അതിന്റെ താല്പര്യം എന്തെന്ന് മനസ്സിലാക്കണം. ആ താല്പര്യം മനസ്സിലാക്കുന്നതിനാണ് അവർ പറയുന്നത് ഷഡ്വിധ ലിംഗങ്ങൾ: ഉപക്രമം, ഉപസംഹാരം, അഭ്യാസ, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി. ഇങ്ങനെയുള്ള ഷഡ്വിധ ലിംഗങ്ങളിലൂടെ ആ വേദഭാഗത്തിന്റെ താല്പര്യം മനസ്സിലാക്കിയിട്ട് അപ്പോൾ ആ കർമ്മത്തിന്റെ സ്വരൂപം എന്താണ് അതിന്റെ ഫലം എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ആ കർമ്മം ചെയ്തു. ആ കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിനൊരു ഐകരൂപ്യം വരും. ഇല്ലെങ്കിൽ ഒരു ഭാഗം വായിക്കുമ്പോൾ ഒന്നെന്ന് തോന്നും, വേറൊരു ഭാഗം വായിക്കുമ്പോൾ വേറൊന്ന് തോന്നും. കർമ്മങ്ങളുടെ ആനുപൂർവി, ആദ്യം ഇന്നത് ചെയ്യണം, അത് കഴിഞ്ഞ് അടുത്തത് ചെയ്യണം. ഇതുണ്ടോ, ആദ്യം യാഗത്തിനെ കുറിച്ച് പറയും, അത് കഴിഞ്ഞിട്ട് പറയും സോമരസത്തെ എങ്ങനെയാണ് സോമലതയിൽ നിന്ന് പിഴിഞ്ഞെടുക്കേണ്ടതെന്ന്. അപ്പോൾ സംശയം വരുന്നതാണ്, ആദ്യം യാഗം ചെയ്തിട്ടാണോ സോമലത പിഴിയേണ്ടത്? കാരണം ആക്രമത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ താല്പര്യം നിർണ്ണയിക്കണം. അപ്പോൾ ഷഡ്വിധ ലിംഗങ്ങൾ ഉപയോഗിച്ചിട്ട് അതിന്റെ താല്പര്യത്തെ നിർണ്ണയിച്ചെടുക്കും. പിന്നെ അർത്ഥവാദ വാക്യങ്ങളുണ്ട്, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. പിന്നെ പല വിഷയങ്ങളിലും സംശയം വരും. അപ്പോൾ ആ ഷഡ്വിധ ലിംഗങ്ങളിലൂടെ അവിടെയും പറയുന്നത് എന്താണ്? വരും താല്പര്യം, വേദത്തിന്റെ താല്പര്യം എന്താണെന്ന്. അപ്പോൾ വേദത്തിന്റെ താല്പര്യം കർമ്മങ്ങളിലാണ് എന്ന് കരുതുന്നവർ ആ കർമ്മത്തിന്റെ താല്പര്യം ഒന്നും എന്താണ്, എങ്ങനെ തീരുമാനിക്കും? അവരും ഇത് തന്നെ ഉപയോഗിക്കും. ഉപക്രമ ഉപസംഹാരങ്ങൾ എന്ന് പറയുന്ന ഈ ഷഡ്വിധ ലിംഗങ്ങൾ, 6 ലിംഗങ്ങൾ ഉപയോഗിച്ചാൽ അവിടെ അതിന് താല്പര്യത്തെ നിർണ്ണയിക്കുന്നതിനുള്ള 6 ഹേതുക്കളെന്ന് വേണമെങ്കിൽ പറയാം. അതിനെ സഹായിക്കുന്ന ഭാഗങ്ങൾ. അവരും പറയുന്നതാണ് വേദത്തിന്റെ താല്പര്യം എന്താണ്, അത് കണ്ടെത്തണം. ഇവിടെ അദ്വൈതികളും പറയുന്നത് എന്താണോ? വേദത്തിന്റെ താല്പര്യം. ആ താല്പര്യം മനസ്സിലാക്കുന്നതിന് ഇങ്ങനെ ഒരു ഭാഗം മാത്രം എടുത്താൽ പോരാ. വേദത്തെ ഒന്നായി കാണും, ഒറ്റ ശാസ്ത്രമായി കാണും. എന്നിട്ട് ഈ ഷഡ്വിധ ലിംഗങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കും. ഉപക്രമ ഉപസംഹാരം. അങ്ങനെ പരിശോധിക്കുമ്പോൾ വേദത്തിന്റെ താല്പര്യം എന്താണോ ഇവിടെ പറയുന്നത്? ഇതം സർവം വേദയമാത്മാ എന്ന് പറയുന്നതിലാണ് അതിന്റെ താല്പര്യം എന്ന് വരും. കർമ്മവും ഉപാസനയും എല്ലാം ആത്യന്തികമായി ഇങ്ങനെ ഒരു താല്പര്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അതാത് പറയുന്ന സന്ദർഭങ്ങൾ അതിന് വിശേഷിച്ച അർത്ഥമുണ്ടെന്ന് ഇത് ശരിയാണ്. പക്ഷെ അതിനൊരു പരമമായ താല്പര്യമുണ്ട്. ആ താല്പര്യത്തിൽ ശ്രോതാവിനെ എത്തിക്കുക.
അതാണ് വേദത്തിന്റെ താല്പര്യം. ആ താല്പര്യം എന്താണ്? ഇവിടെ പറയുന്ന അദ്വൈതമായ ആത്മതത്വമാണ് വേദത്തിന്റെ താല്പര്യം. ആ താല്പര്യം ജ്ഞാനം ഉണ്ടാകണം. അതിനുവേണ്ടി ഇത് വിചാരം ചെയ്താലേ പറ്റും. അതാണ് ശ്രോതവ്യോ മന്ദവ്യ എന്ന് പറയുന്നത്. ആ വിചാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ്? ആ ജ്ഞാനമാണ്. അല്ല വേദം സ്വതപ്രമാണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പരമമായ താല്പര്യത്തെ വെളിപ്പെടുത്തുന്നിടത്താണ് വേദസ്വതപ്രമാണമാകുന്നത്. അല്ലാതെ ദൈവം പറഞ്ഞു എന്നുള്ള രീതിയിലല്ല. അത് വെളിപ്പെടുത്തുന്ന തത്വം അതാണ്. അതാര് വെളിപ്പെടുത്തിയിരിക്കുന്നു? അത് ആ സത്യത്തെ ദർശിച്ച ഋഷിമാരത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ തത്വത്തെ തന്നെയാണ് ഗുരുക്കന്മാരെല്ലാം എപ്പോഴും വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്താണ് വേദവചനം, ഗുരുവിന്റെ വചനം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായിരുന്നു. ഗുരുവിന്റെ വചനത്തെ അനുസരിക്കണം എന്ന് പറയുന്നതിനും അർത്ഥമില്ല. എന്തുകൊണ്ട്? അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാത്തവൻ എന്താ അതിലർത്ഥമുള്ളത്? അതനുസരിക്കണമെങ്കിൽ അതിന്റെ താല്പര്യം മനസ്സിലാക്കണ്ടേ? അതല്ലേ മുഖ്യം. അത് ഗുരു പറഞ്ഞു, അതുകൊണ്ട് വചനം എന്ന് പറഞ്ഞാൽ അതിന് സ്വതപ്രാമാണ്യമില്ല. അത് ഈശ്വരൻ പറഞ്ഞതുകൊണ്ട് വേദസ്വതപ്രമാണം ആകും എന്ന് പറയുന്നവരാണ്. അത് യുക്തിരഹിതമാണ്. മറിച്ച് അതിന്റെ താല്പര്യം മനസ്സിലാക്കുന്നിടത്താണ് അതിന്റെ സ്വതപ്രാമാണ്യം. താല്പര്യം ഒരുവൻ മനസ്സിലാക്കിയാൽ, അതുകൊണ്ടല്ലേ എല്ലാ ഉപദേശവും കഴിഞ്ഞതിന് ശേഷം അവസാനം എന്താ പറഞ്ഞത്? വിമർശ ചെയ്ത് അശേഷേണ. ഞാൻ പറഞ്ഞു അതുകൊണ്ട് പ്രമാണം എന്നുള്ളതല്ല, നീ ഇതിനെ ശരിയായ രീതി ചിന്തിക്കണം, വിമർശനം ചെയ്യണം. എന്നിട്ട് അതിന്റെ താല്പര്യത്തെ എന്തിനാ വിമർശനം ചെയ്യുന്നത്? ഗുരു പറഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, അത്തരത്തിലുള്ളതല്ല. വിമർശനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ വിമർശനമല്ല, ദോഷം കണ്ടുപിടിക്കുന്നതിനുള്ള വിമർശനമല്ല, കുറ്റം കണ്ടുപിടിക്കുന്നതിനുള്ള വിമർശനമല്ല. അതിന്റെ പരമ താല്പര്യം എന്താണ് എന്ന് ആ താല്പര്യം മനസ്സിലാക്കണം. അല്ലാതെ അനുസരണം അല്ലെങ്കിൽ അനുഷ്ഠാനം എന്നൊക്കെ പറയുന്നതിന് എന്താ കാര്യം? ശരി, ആ പരമ താല്പര്യം ആരാ മനസ്സിലാക്കേണ്ടത്? ഗുരുവാണോ മനസ്സിലാക്കേണ്ടത്? അല്ലല്ലോ. ഗുരുവിന്റെ വാക്യത്തിന്റെ പരമ താല്പര്യം അത് വാക്യം പറയുന്നത്, അല്ലെങ്കിൽ വേദം പറഞ്ഞ ആർക്ക് വേണ്ടി? അത് ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞതാണ്, കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്, പറയുന്ന ആളിന് വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ കേൾക്കുന്നവൻ അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കണം. അതാണ് വിമർശ ചെയ്തത് അശേഷേണ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആ താല്പര്യം മനസ്സിലാക്കണം, താല്പര്യത്തെ ഗ്രഹിക്കണം. ശരി, ആ താല്പര്യത്തെ ഗ്രഹിക്കണമെങ്കിൽ എങ്ങനെ ഗ്രഹിക്കും? എന്തുകൊണ്ട് ഗ്രഹിക്കും? എന്താണ് ആ താല്പര്യത്തെ ഗ്രഹിക്കാൻ? ആ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിന് പല ഘടകങ്ങളുമുണ്ട്. പക്ഷെ അവിടെ ഇവിടെ പറയുന്നത് എന്താണോ? അപ്രയത്നോത്ഥിതം എന്ന് പറയുമ്പോൾ അത് മുഖ്യമായി അത് ഗ്രഹിക്കുന്നതിന് സഹായിക്കുന്ന എന്താണ്? ആ ശ്രോതാവിന്റെ വിവേകം. അതാണ് മുഖ്യം. കേൾക്കുന്നവന്റെ വിവേകം കൊണ്ട് അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കണം. അതിനാണ് പ്രാധാന്യം. അല്ലെങ്കിൽ ഗുരുവിന് വിവേകമുള്ളതുകൊണ്ട് ശിഷ്യന് പ്രയോജനം വല്ലതുണ്ട്? ഇല്ല. ശിഷ്യന് വിവേകം ഉണ്ടാകണം. ആ വിവേകത്തിലൂടെ ഇതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കണം. ആ താല്പര്യജ്ഞാനം എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് പറയുന്നത്? അപ്രയത്നോത്ഥിതം. അതവന്റെ സഹജമായ ജ്ഞാനമായി മാറുന്നു. എന്നാലേ അതുകൊണ്ട് അവന് പ്രയോജനം വരത്തുള്ളൂ. അപ്പോൾ ആ ഉപദേശം അല്ലെങ്കിൽ വേദവാക്യം അങ്ങനെയാണ് പ്രമാണമാകുന്നത്. സ്വയം അത് സഹജമായ ജ്ഞാനം ആകുമ്പോൾ അതാണ് വേദത്തിന്റെ പരമമായ താല്പര്യം. മറ്റു കാര്യങ്ങൾ പറയുന്നതോ മറ്റർത്ഥങ്ങൾ എവിടെയുണ്ട്?
കർമ്മ ഉപാസന. പക്ഷെ ഒന്നും പരമ താല്പര്യമുണ്ട്. കാരണം എന്തുകൊണ്ട്? അതൊന്നും സഹജ വിജ്ഞാനമല്ല. മറ്റ് ലോകത്തെക്കുറിച്ച് അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പറയാറില്ലേ, വേദത്തിൽ സകല സയൻസും ഉണ്ട്, അതിനകത്ത് കമ്പ്യൂട്ടറുണ്ട്, മൊബൈൽ ഫോണുണ്ട്, എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും അതിൻ്റെ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ കാണുമായിരിക്കും. ഞാൻ പഠിച്ചെടുത്ത് കണ്ടില്ലെങ്കിലും മറ്റാരെങ്കിലും പഠിച്ചത് ചിലപ്പോൾ കാണുമായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും എൻ്റെ താല്പര്യമുണ്ട്. എന്തുകൊണ്ട്? അതെല്ലാം വിഷയവിജ്ഞാനമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? അപ്രയത്നോത്ഥിതമായ, എന്നുവെച്ചാൽ സഹജമായ, അത് മാത്രമേ അപ്രയത്നോത്ഥിതമായ വിജ്ഞാനമാകുന്നുള്ളൂ. നിശ്വാസം പോലെ സഹജമായി വരുന്ന വിജ്ഞാനം. അതങ്ങനെ സഹജമായി വരുന്ന വിജ്ഞാനം, അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. തത്വമസി എന്നൊരാൾ കേൾക്കുമ്പോൾ അയാൾക്ക് തന്നെക്കുറിച്ചുണ്ടാകുന്ന ബോധം അത് സഹജമാണ്. കാരണം അത് ബോധിപ്പിക്കുന്നത് സ്വരൂപത്തെക്കുറിച്ചാണ്. സഹജമായ ബോധം എന്ന് പറയുന്നത് സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം മാത്രം. വേറൊരു ബോധം സഹജമല്ല, അതെല്ലാം കൃത്രിമമാണ്. അതിനെല്ലാം തന്നിൽ നിന്നും അന്യമായ വിഷയങ്ങളുണ്ട്. തന്നിൽ നിന്ന് അന്യമായ വിഷയങ്ങൾ അങ്ങനെ സഹജമാകും? അത് സഹജമല്ല. തഥാ യഥാ അന്യഗ്രന്ഥ, അന്യഗ്രന്ഥങ്ങളൊന്നും അങ്ങനെയല്ല. ഈ പരമമായ താല്പര്യ സഹജബോധം അല്ലാത്ത ഗ്രന്ഥങ്ങൾ, അത് മഹാഭാരതമായാലും ശരി, ഇതിഹാസം രാമായണമായാലും എന്തായാലും ശരി, അതിൽ മറ്റു വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വെറും വാഗ്വിഭൂതി ആണെങ്കിൽ അതിൽ ഒരുപാട് കഥകളും ഉപകഥകളും, അതല്ല ഗുണപാഠങ്ങളും ധർമ്മപാഠങ്ങളെല്ലാം ഉണ്ട്. അതിലൊന്നുമല്ല എൻ്റെ താല്പര്യം. അത് വേദം പോലെയുള്ളൂ. അതിന്റെ താല്പര്യമായി ഇത് വരുന്നുണ്ടെങ്കിൽ, മഹാഭാരതത്തിനകത്തല്ലേ ഗീത വരും, അവിടെ ഈ തത്വത്തെയല്ലേ പറയുന്നു, അവിടെ ഈ ആത്മബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അവിടെയും പറയുന്നു, അങ്ങനെ പറയുന്നിടത്ത് പോലും വിമർശനം ചെയ്യണം, ചിന്തിക്കണം. കേൾക്കുന്നവൻ അവന്റെ വിവേകത്തെ ഉപയോഗിക്കണം. അവിടെ എന്നിട്ട് അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കണം. അവിടെ അവന് ഉണ്ടാകുന്ന ആ ബോധം, അത് മാത്രമാണ് സഹജബോധം. അതാണ് ഇത് ഈശ്വര നിശ്വാസത്തെ പോലെ അനായാസമായി വന്നു എന്ന് പറയുന്നു. ആരാണ് ഈ തത്വത്തെ ദർശിച്ചത്? ആ തത്വത്തെ ദർശിച്ചവരിൽ അത് സഹജബോധമായിരുന്നു. അതവര് ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തി. അത് അനായാസമായിട്ട് തന്നെ വെളിപ്പെടുത്തുന്നു. സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നതിനെന്താ ആയാസതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അനായാസമായി അത് വെളിപ്പെടുത്തി. അത് വെളിപ്പെട്ടത് മറ്റുള്ളവർക്ക് വെളിപ്പെടുന്നതും അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നവന് വെളിപ്പെടുത്തുന്നതും അനായാസമായിട്ടാണ്. അവിടെ വേദം സ്വതപ്രമാണമാണ്. ആ രീതിയിലാണ് സ്വതപ്രമാണമാകുന്നത്. മറ്റ് ഗ്രന്ഥങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന വ്യത്യാസം ഇതാണ്. ഇതെല്ലാം ഈശ്വരസൃഷ്ടമാണെങ്കിലും അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുക, എല്ലാം ഈശ്വരസൃഷ്ടമാണ്, എല്ലാ ഗ്രന്ഥങ്ങളും ഈശ്വരസൃഷ്ടമാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. അത് ഒന്ന് ഋഷിമാരിലൂടെ സൃഷ്ടമായി, മറ്റൊന്ന് സാധാരണ മനുഷ്യരിലൂടെ സൃഷ്ടമാകും, ഒന്ന് വ്യാസനിലൂടെ സൃഷ്ടമായി. എല്ലാമാണെങ്കിലും അതിന്റെ താല്പര്യത്തിന് വ്യത്യാസമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടെല്ലാം അവിദ്യാവിഷയമാണ് എന്ന് പറയുന്നത് ശരിയാണ്. അപ്പം അത് ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ
അതുകൊണ്ട് വേദം അത്തരത്തിൽ ആ പരമാത്മതത്വത്തെ വെളിപ്പെടുത്തുന്നുണ്ട്, സത്യത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം അതാണ് സ്വതപ്രമാണം. അതിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതെങ്ങനെ സ്വതപ്രമാണം എന്ന് പറയുന്നു? ദീപം പ്രകാശിക്കുന്നു. അത് പ്രകാശിക്കുന്നതിന് അതുപോലെ മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. പറയുന്നത് സ്വതം പ്രകാശിക്കുന്നതാണ്. അതുപോലെ വേദം സ്വതേ പ്രകാശിക്കുന്നതാണ്. അതിന് വേറെ നിന്റെ സഹായം ആവശ്യമില്ല. ഇത് ഇക്കാരണം കൊണ്ടാണ്. അത് ഈ സഹജമായ വിജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ്. അല്ലാതെ ദൈവം പറഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യുക്തിഭംഗം വരും. മറിച്ച് സത്യാനുഭവമാണ് അത് ഈ പറയുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ അത് അപരോക്ഷമായ ജ്ഞാനമാണെന്ന് പറഞ്ഞാൽ അത് അപരോക്ഷമായ ജ്ഞാനം അങ്ങനെയാണ്, ദീപം പോലെയാണ്. അതിനൊരു പരപ്രകാശത്തിന്റെ ആവശ്യമില്ല. അത് സ്വയം പ്രകാശിക്കുന്നു, മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. യഥാ അന്യോ ഗ്രന്ഥ, അതങ്ങനെ മനസ്സിലാകുന്നു. കിഞ്ച അന്യത് അടുത്ത് പറയുന്നു. മാത്രമല്ല കേവലം സ്ഥിതി ഉത്പത്തി കാലയോരൈവ പ്രജ്ഞാനം വ്യതിരേകേണ അഭാവാത് ജഗതോ ബ്രഹ്മത്വം പ്രളയകാലേച്ച. രണ്ട് അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. സ്ഥിതി ഉത്പത്തി, ഈ രണ്ടു കാലങ്ങളിലും പ്രജ്ഞാനം വ്യതിരേകേണ അഭാവ. പ്രജ്ഞാനം വ്യതിരേകേണ, പ്രജ്ഞാനത്തിൽ നിന്ന് അന്യമായി ജഗത്തില്ല. ഈ ജഗത്തിനെ അനുഭവിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഈ ജഗത്തിനെ അനുഭവിക്കുന്നവൻ അവന്റെ സ്വരൂപമായിരിക്കുന്ന പ്രജ്ഞാനം, സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ പറയാം, തുര്യൻ എന്ന് പറയാം, സച്ചിദാനന്ദം എന്ന് പറയാം. അതാണ് പ്രജ്ഞാനം. അതിൽ നിന്ന് അന്യമായി ജഗതഃ ഭാവം, അതിൽ നിന്ന് വേറിട്ട് ജഗത്തില്ല. ജഗത്ത് വേറിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആ പ്രജ്ഞാനത്തിന് തന്നെ ജഗത്ത് ദൃശ്യമായി വിഷയമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്നതിന്റെ അനുഭവത്തെക്കുറിച്ചല്ല പറയുന്നത്, അതിന്റെ പാരമാർത്ഥികമായ സ്ഥിതിയെക്കുറിച്ച് പറയുന്നു. മരുമരീചിക അവിടെ ജലമായി അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ പാരമാർത്ഥികത എന്താണ്? കേവല പ്രകാശമാണ്. കേവല പ്രകാശം തന്നെ മരുഭൂമിയിലായതുകൊണ്ട് ജലം പോലെ അനുഭവപ്പെടുന്നു. അതേ പ്രകാശം തന്നെ മറ്റുള്ളിടത്ത് അനുഭവപ്പെടുമ്പോൾ പ്രകാശമായിട്ട്. അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് എന്താണ്? അതിന്റെ പരമാർത്ഥം. അതിന്റെ പരമാർത്ഥം മനസ്സിലാക്കുന്നതിനത് പ്രകാശം, പ്രകാശം മാത്രം, കേവലം പ്രകാശം. അതുപോലെ ഇവിടെയും എന്താണ്? പ്രജ്ഞാനം വ്യതിരേകേണ അഭാവ. ജഗത, അതാണ് എപ്പോഴും ജഗത്ത് ജഗത്തെന്ന് ആവർത്തിച്ച് പറയുന്നു. ഇത് പ്രജ്ഞാനത്തിൽ നിന്ന് അന്യമായില്ലെങ്കിൽ എന്തിനാ ജഗത്തെന്ന് പറയുന്നു? അതനുഭവപ്പെടുന്നുണ്ട്. തിരകൾ ജലം തന്നെ എങ്കിൽ പിന്നെ എന്തിനാ തിരയെന്ന് പറയുന്നു? ജലമെന്ന് പറഞ്ഞാൽ പോയി. പക്ഷെ തിരയായി അനുഭവപ്പെടുന്നു. ആ അനുഭവം നിഷേധിക്കാൻ പറ്റും. ആ അനുഭവം വാസ്തവം തന്നെ, അത് തിരയായി അനുഭവപ്പെടുന്നു. ഈ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. ആ അനുഭവം വാസ്തവം തന്നെ. പക്ഷെ ആ അനുഭവത്തിന്റെ വാസ്തവം എന്താണ്? ഈ കാണുന്ന കാഴ്ചയല്ല, വാസ്തവം ജലമാണ്. അനുഭവം വാസ്തവം എന്ന് പറയുമ്പോൾ അനുഭവത്തെ നിഷേധിക്കാൻ വയ്യാന്നർത്ഥം. അതാണ് അനുഭവം വാസ്തവം എന്ന് പറയുന്നത്. തിരയെ കാണുന്നില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അപ്പൊ ജഗത്ത് അനുഭവിക്കുന്നില്ലെന്ന് പറയുന്നില്ല. ജഗത്ത് അനുഭവത്തിന് വിഷയമാണ്. ജഗത്തിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ജഗത്തിന്റെ അനുഭവം ഇല്ലെന്നല്ല അർത്ഥം. അത് ശശവിഷാണോ എന്ന് പറയും പോലെയല്ല, ആകാശകുസുമോ എന്ന് പറയുന്ന പോലെയല്ല.
ജഗത്തിന്റെ അനുഭവം ഉള്ളത് തന്നെ. ജഗത്ത് അനുഭവം വാസ്തവം തന്നെയാണ്. പക്ഷെ ആ വാസ്തവത്തിൽ എന്താണ് വാസ്തവമായിരിക്കുന്നത്? അത് ജലത്തിന്റെ അനുഭവത്തിൽ. അതുപോലെ ജഗത്ത് അനുഭവത്തിൽ വാസ്തവമായിരിക്കുന്നത് പ്രജ്ഞാനമാണ്. രണ്ടിനെ അംഗീകരിക്കുന്നു. ജഗത്തിന്റെ അനുഭവത്തെ അംഗീകരിക്കുന്നു, അതിന്റെ വാസ്തവമായ പ്രജ്ഞാനത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പ്രജ്ഞാനം വ്യതിരേകേണ അഭാവാത് ജഗതഃ ബ്രഹ്മത്വം പ്രളയകാലേച്ച. അതുകൊണ്ട് പ്രളയകാലത്തിനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാണ് നമുക്ക് അനുഭവവേദ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ. ആ മൂന്നനുഭവങ്ങളിലും ബ്രഹ്മത്വം. അതിനുദാഹരണം പറയുന്നത് ജലബുദ്ധ ഭേദനാദീനാം ഇവ സലില വ്യതിരേകേണ അഭാവ. ജലത്തിന് നന്യമായി നിരകളില്ല, പതയില്ല, തരംഗമില്ല, തിരമാലകളില്ല, ഒന്നുമില്ല. അതുപോലെ ഇപ്പൊ ജഗത് അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, ജഗത് അനുഭവത്തെ വാസ്തവമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ. വാസ്തവമായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഗുരു ശിഷ്യന് ഉപദേശം കൊടുക്കുന്നത്. വേദം, ഈശ്വരൻ വേദത്തെ വെളിപ്പെടുത്തിയത് എല്ലാം അതുകൊണ്ടാണ്. ഈ ജഗതനുഭവം വാസ്തവമായതുകൊണ്ടാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ലോകത്തെ ഇങ്ങനെ തന്നെ കാണുന്നത് കൊണ്ടാണ് ഉപദേശിക്കുന്നത്. അത് അവാസ്തവമല്ല. പക്ഷെ അതിലെ ആ വാസ്തവത്വം, പാരമാർത്ഥികത്വം എന്താണ്? ആ പാരമാർത്ഥികത്വം, ജഗത്തിലെ പാരമാർത്ഥികത്വം, അത് ഈ പ്രജ്ഞാനമാണ്. അതിനാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. അത് തുര്യമാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞെന്താണ്? ഇതെല്ലാം ആ തുര്യത്തിന്റെ സ്പന്ദനമാണ്. ഇവിടെ പറഞ്ഞത് അവിദ്യ കാര്യമാണ്. സലില വ്യതിരേകേണ അഭാവ എവം പ്രജ്ഞാനം വ്യതിരേകേണ തത്കാര്യാണ് നാമരൂപകർമ്മണാം തസ്മിന്നേവ ലീയമാനാനാം അഭാവ. ജഗത്ത് ഉണ്ടാകുന്നു എന്നനുഭവം, നിലനിൽക്കുന്നു എന്നനുഭവം, നശിക്കുന്നു എന്നനുഭവം. ഈ മൂന്നനുഭവങ്ങളിലും ഇവിടെ പറയുന്നു ആ ലയം എന്ന് പറയുന്നു. എവിടെ ഇത് ലയിക്കുന്നു? ഉണ്ടായിടത്ത് നിന്ന് ലയിക്കുന്നു എന്ന് പറയുന്നു. എവിടെ നിന്നാണോ ഉണ്ടായത് അവിടെ തന്നെ ലയിക്കുന്നു. ഈ തരംഗങ്ങളും തിരമാലകളും എല്ലാം എവിടെ അവസാനിക്കുന്നു? എവിടെ നിന്നുണ്ടായോ അവിടെ? ആ ജലത്തിൽ തന്നെ. അപ്പൊ ജലത്തിൽ നിന്നുണ്ടായി, ജലത്തിൽ നിലനിന്ന്, ജലത്തിൽ അവസാനിക്കുന്നു എന്നല്ലേ പറയാൻ പറ്റും. അങ്ങനെ പറയുമ്പോഴെല്ലാം അവിടെ ഉണ്ടാകാതെ, നിലനിൽക്കാതെ, നശിക്കാതെ നിൽക്കുന്ന ജലം മാത്രം. ജലത്തിന് അവിടെ പ്രത്യേകിച്ച് ഉത്പത്തി ഉണ്ടായില്ല. തരംഗം ഉണ്ടായപ്പോൾ ജലം ഉത്പന്നമായില്ല. തരംഗം നിലനിന്നപ്പോൾ ജലത്തിന് വിശേഷിച്ചൊരു നിലനിൽപ്പൊന്നുമില്ല. അത് സദാ ഏകരൂപത്തിൽ തന്നെ, അത് സദാ സത്തായി തന്നെ ഇരിക്കുന്നു. ഇനി ആ തരംഗങ്ങൾ ജലത്തിലേക്ക് വിലയിച്ചാൽ അവിടെ പറയും എവിടെ നിന്നുണ്ടായോ അതിലേക്ക് പോയി. പറയും നാമരൂപങ്ങളെല്ലാം എവിടെ നിന്ന് പ്രകടമായോ അവിടേക്ക് തന്നെ പോകുന്നു. എന്താ അവിടെ ജലത്തിൽ എന്തെങ്കിലും വിലയം സംഭവിച്ചില്ല. അവിടെയെല്ലാം ജലം തന്നെയാണ്. ജലത്തിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്നാൽ അവിടെ ഈ തരംഗങ്ങളുടെ തിരകളുടെയൊക്കെ ഒരു വാസ്തവികത അനുഭവപ്പെടുന്നുണ്ട്. അതങ്ങനെ പ്രകടമായതായിട്ട്. അത് ജലമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ജലത്തിലെ പ്രതീതി മാത്രം. തസ്മാദേകമേവ ബ്രഹ്മ എവം പ്രജ്ഞാനം വ്യതിരേകേണ തത്കാര്യാണ് നാമരൂപകർമ്മണ. നാമം, രൂപം, കർമ്മം ഇതെല്ലാം ഇതിങ്ങനെ പ്രകടമാകുന്നു. ജലത്തിൽ
തരംഗങ്ങളുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. ജലത്തിൽ തരംഗങ്ങളൊക്കെ ഉണ്ടായത് ഈ കാണുന്നവന്റെ അജ്ഞാനം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് വലിയ വിഡ്ഢിത്തമല്ലേ. കാണുന്നവന്റെ അജ്ഞാനം കൊണ്ട് അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇല്ല. കാണുന്നവന്റെ അജ്ഞാനം കൊണ്ടല്ല. അതുപോലെ ഈ പ്രജ്ഞാനം, ആ പ്രജ്ഞാനത്തിന്റെ അജ്ഞാനം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അസംബന്ധമല്ലേ. പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ അജ്ഞാനമില്ലാത്തതെന്നർത്ഥം. പിന്നെ ആ പ്രജ്ഞാനത്തിന്റെ അജ്ഞാനം കൊണ്ട് ഇതൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന അസംബന്ധമാണ്. വെളിച്ചത്തിൽ ഇരുളുള്ളതുകൊണ്ടാണ് നമ്മൾ ഇരുളിനെ കാണുന്നതല്ലല്ലോ. വെളിച്ചത്തിൽ ഇരുളിനിരിക്കാൻ കഴിയില്ല. അതിലെ പ്രജ്ഞാനത്തിലുള്ള അജ്ഞാനം കൊണ്ടാണ്. പിന്നെ ഇവിടെ അജ്ഞാനം വരുന്നത് എവിടെയാണ്? ഒരുത്തൻ ഈ കാണുന്നവൻ ഈ ജലത്തെ കാണുന്നു, അവിടെ തിരമാലകളെല്ലാം കാണുന്നു. അപ്പോൾ ജലത്തിലവിടെ അജ്ഞാനമൊന്നുമില്ല. പക്ഷെ കാണുന്നവനിലൊരു അജ്ഞാനമുണ്ട്. എന്താണ്? അവൻ ധരിച്ചു പോകുന്നു അവിടെ ജലത്തിൽ നിന്ന് വേറിട്ടെന്തോ ചിലതൊക്കെ അവിടെ സംഭവിച്ചു എന്ന്. എന്തൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ജലത്തിൽ നിന്ന് വേറിട്ടല്ല. അവിടെ തരംഗവും തിരമാലകളും ഒന്നും ജലത്തിൽ നിന്ന് വേറിട്ടല്ല. സ്വർണത്തിൽ നിന്ന് വേറിട്ട് ചില പദാർത്ഥങ്ങൾ അവിടെ ഉണ്ടായി എന്ന് കരുതുന്നു. സ്വർണവും കാണുന്നു, ആഭരണങ്ങളും കാണുന്നു. അവന് അതിൽ നിന്ന് വേറിട്ടൊന്നും അവൻ ധരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആഭരണം വാങ്ങാൻ പോകുന്നവന് സ്വർണം കൊടുത്താൽ അവൻ വാങ്ങുമില്ല. എനിക്ക് വേണ്ട ആഭരണമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവൻ നിഷ്കർഷിക്കുന്നത്? ആ സ്വർണ്ണക്കട്ടിയിൽ നിന്ന് വേറിട്ടൊരു സാധനമുണ്ട്. അതിനവന് വേണ്ട എന്താണ്? ചിലവ് മാലയായിരിക്കും, വളയായിരിക്കും, വേറിട്ട് വാസ്തവത്തിൽ ഇതെല്ലാം സ്വർണ്ണമല്ലേ. പക്ഷെ ഇതെല്ലാം സ്വർണ്ണമെന്നുള്ള ബുദ്ധിയുണ്ടെങ്കിൽ പിന്നെ ആവശ്യപ്പെടും, എനിക്ക് ഇന്നത് വേണം, ഇന്നത് വേണ്ട, അതിൽ തന്നെ ഇന്ന ഡിസൈൻ വേണം എന്നൊക്കെ ആവശ്യപ്പെടും. അപ്പം അവനൊരു ആ സ്വർണത്തിൽ നിന്നും വേറിട്ടൊരു ബുദ്ധിയുണ്ട്. ഇത് വേറെയാണ്, ഇത് വേറെയാണ്. അതുകൊണ്ടാണ് സ്വർണ്ണം കട്ടി കൊടുത്താൽ വാങ്ങാത്തത്. മറിച്ച് അവൻ വേറിട്ട് അനുഭവപ്പെടുന്ന ആ വസ്തുക്കളെ അവൻ വാങ്ങുന്നുള്ളൂ. അതവൻ അങ്ങനെ ഒരു ഭേദബുദ്ധി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ എവിടെയായി ഭേദബുദ്ധി വരുന്ന? കാണുന്നവൻ. സ്വർണത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. അതിൽ എന്തെല്ലാം പണികൾ നടത്തിയിട്ടും അത് സ്വർണമായിട്ട് തന്നെ ഇരിക്കുന്നു. ചോദിച്ചത് പലതായിട്ട് മാറിയത്, അത് മാറിയിട്ടില്ല. സ്വർണം ഒരിക്കലും പലതായി മാറിയിട്ടില്ല. അത് ഏതൊക്കെ രൂപത്തിൽ മാറ്റിയാൽ അത് സ്വർണമായിട്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടല്ലേ അതിന് സ്വർണത്തിന്റെ മൂല്യം നഷ്ടപ്പെടാതിരിക്കുന്നു. മാറിയെങ്കിൽ അതിന്റെ മൂല്യം നഷ്ടപ്പെടത്തില്ല. പിന്നീട് ബാക്കിയുള്ള എന്നുള്ള മൂല്യങ്ങളെല്ലാം അവൻ കൊടുക്കുന്നതാണ്, അവൻ കൽപ്പിക്കുന്നതാണ്, കാണുന്നവൻ കൽപ്പിക്കുന്നതാണ്. മാലയ്ക്കിത്ര, വളയ്ക്കിത്ര എന്നൊക്കെ പറയുന്നു. സ്വർണത്തിന്റെ മൂല്യത്തിനൊരു മാറ്റമില്ല. എല്ലായിടത്തും പവന്റെ വില ഒരുപോലെ തന്നെ. പണിക്കൂലി അധികം കൊടുക്കേണ്ടി വരും. അതുപോലെ സംഭവിക്കുന്നുള്ളൂ ഇവിടെ. അപ്പോൾ സ്വർണത്തിന് മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ആ പ്രജ്ഞാനത്തിൽ അജ്ഞാനമില്ല, അങ്ങനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ അതിനെ കാണുന്നവന് സംഭവിക്കുന്നുണ്ട്. അവൻ കരുതുന്നു ഇത് പലതാണ് എന്ന് പറയും. അവന്റെ ഈ കാഴ്ചയിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതിനെ പറയുന്നു അത് അവിദ്യയാണ് എന്ന് പറയും. ഒരടിസ്ഥാനമില്ലാത്ത ഒരു കാഴ്ച. അതുകൊണ്ട് അതിനെ അവിദ്യ എന്ന് പറയുന്നത്. എന്താണ് ആ കാഴ്ച?
അവിടെ സ്വർണത്തിൽ നിന്നും വേറിട്ട് എന്തോ ഒന്നുണ്ട് എന്നുള്ള ആ കാഴ്ച. തത്വത്തിൽ വേറിട്ടൊന്നുമില്ല. അവിടെയാണ് അവിദ്യ വരുന്നത്. അതിനാണ് ജലത്തിൽ നിന്നും വേറിട്ട് തരംഗങ്ങളും തിരമാലകളും എല്ലാം വാസ്തവം തന്നെ. എങ്ങനെ? ജലരൂപത്തിൽ അതൊക്കെ വാസ്തവം. അങ്ങനെ അല്ല, വേറിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് ആ കാണുന്നവന്റെ ദോഷമാണ്. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. അത് ജലത്തിന്റെ ദോഷമല്ല, സ്വർണത്തിന്റെ ദോഷം അല്ല. അതുപോലെ ഇവിടെ എന്താണ്? കേവലം പ്രജ്ഞാനം മാത്രം. പ്രജ്ഞാനത്തിൽ നിന്ന് വ്യതിരേകേണ, അന്യമായിട്ട് ഇവിടെ പലതുണ്ടെന്ന് കാണുന്നവന് തോന്നുകയാണ്. ആ തോന്നൽ നിലനിൽക്കുന്നതല്ല. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. എന്തുകൊണ്ടത് വാസ്തവമല്ലാത്തതുകൊണ്ടാണ്. വാസ്തവമായിരിക്കുന്ന പ്രജ്ഞാനം മാത്രമാണ്. ആണ് പ്രജ്ഞാനം വ്യതിരേകേണ തത്കാര്യാണാം നാമരൂപകർമ്മണ തസ്മിന്നേവ ലീയമാനാന അഭാവഃ. പ്രജ്ഞാനം വ്യതിരേകേണ അഭാവഃ. പ്രജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് ഇതൊന്നുമില്ല. അവിടെ ലയിക്കുന്നു എന്ന് പറയുന്നത് അതൊന്നുണ്ടാകുന്നു, നിലനിൽക്കുന്നു, ലയിക്കുന്നു എന്ന് പറയുന്നതല്ല ഒരുപോലെയാണ്. പ്രജ്ഞാനം മാത്രമേ ഉള്ളൂ. അതാണ് കേവല പ്രജ്ഞാനരൂപമായിരിക്കുന്ന തുര്യനിൽ നിന്നു. ആണ് നമ്മുടെ അനുഭവം. അങ്ങനെയാണ്. സ്വന്തം അനുഭവമായിട്ട് തട്ടിച്ചു നോക്കിയാൽ സുഷുപ്തിയിൽ കേവല പ്രജ്ഞാനരൂപത്തിലുള്ള ആ തുര്യനായിരുന്നു. അവിടെ നിന്നും ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വരുന്നു. ആ പ്രജ്ഞാനം തന്നെ വരുന്നു. അവിടെ പറയുന്ന അവിടെ സ്ഥിതി, ജാഗ്രതത്തിലേക്ക് വരുന്നതിന് പറയുന്നു സൃഷ്ടി. ജാഗ്രത അനുഭവത്തിൽ നിൽക്കുമ്പോൾ പറയുന്നു സ്ഥിതി. വീണ്ടും ആ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ലയം. സൃഷ്ടിസ്ഥിതി ലയങ്ങൾ. ഇവിടെ ആ തുര്യനിൽ നിന്നും പ്രജ്ഞാനത്തിൽ നിന്നും വേറിട്ടെന്തുണ്ടാകാനാണ്? വേറിട്ടില്ലെങ്കിൽ ഇതൊക്കെ അനുഭവപ്പെടുന്നത് അതിന് പറയുന്ന സമാനം ഇതാണ്. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നു. തസ്മാത് ഏകമേവ ബ്രഹ്മ പ്രജ്ഞാനഘനം ഏകരസം പ്രതിപത്തവ്യം. അതുകൊണ്ട് എന്താണ് ഏകമേവ ബ്രഹ്മ പ്രജ്ഞാനഘനം, ഏകരസം, ഏകസ്വഭാവം, ഏകരൂപം. പ്രജ്ഞാനഘനം എന്ന് പറയുന്നത് ഇനി വ്യാഖ്യാനിക്കും വരുന്ന ഭാഗത്തിലൂടെ. ഏകരൂപം എന്ന് തന്നെ എന്റെ താല്പര്യം. ഭാഷകാരൻ അടുത്ത് പറയും എന്താണ് അയോഘനം എന്ന് പറയും. അയസ് എന്ന് പറഞ്ഞ ഇരുമ്പ്. അയോഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഇരുമ്പിന്റെ കട്ടി എന്നുവെച്ചാൽ ഇരുമ്പിന്റെ കട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് മറ്റൊന്നും ചേർത്തിട്ടില്ല, അത് മാത്രം. അതാണ് സുവർണഖനം എന്ന് പറഞ്ഞതാണ്. അതിനകത്ത് വേറൊന്നും കലർന്നിട്ടില്ല, അത് മാത്രം. ചെമ്പും പിച്ചളയൊന്നും ചേർത്തിട്ടില്ല, അത് മാത്രമായിരിക്കുന്ന അവസ്ഥയാണ് ഖനം എന്ന് പറയുന്നത്. അത് അതിനകത്ത് മറ്റൊന്നിനെ കലർത്തുന്നതിനുള്ള പഴുതുകളല്ല. തന്ത്രമില്ല, അവിരളം എന്നും പറഞ്ഞത്. മറ്റൊന്നിനും അതിനകത്ത് നിലനിൽക്കാൻ ഇടമില്ല.
അതിനാണ് ഖനം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത് അങ്ങനെയാണ്. ഖനം എന്ന് വെച്ചാൽ കട്ടി പിടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വേറൊന്നുമില്ല. ജലം ഖനീഭൂതമായ ഐസാവും എന്ന് പറയും. അത് ഖനീഭൂതമായാലും അവിടെ ജലമല്ലാതെ രണ്ടാമതൊരു വസ്തുവല്ല, ജലം തന്നെയാണ്, പക്ഷെ രൂപം മാറി. ജലത്തിന്റെ തരള സ്വഭാവം നഷ്ടപ്പെട്ടു. ജലത്തിലാണെങ്കിൽ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഇവിടെ അതിന്റെ അവയവങ്ങൾ ദൃഢമായി. അതിന്റെ അവയവ സംയോഗം ശിഥിലമായിരുന്നപ്പോൾ ജലം ദൃഢമാവുമ്പോൾ ഐസ് ഖനീഭൂതമായി. അതുപോലെ ഈ പ്രജ്ഞാനത്തിൽ മറ്റൊന്നിനും നിലനിൽക്കാൻ, സ്വതന്ത്രമായി നിലനിൽക്കാൻ സാധ്യമല്ല എന്നാണ്. അതിന്റെ ഐസെടുത്തു കഴിഞ്ഞാൽ അതിനൊരു നിറമുണ്ട്. അത് വെളുത്ത നിറമാണ്. അതിന് ഏത് ആകൃതിയിലും ഉണ്ടാക്കാം. ബാൾ പോലെ ഉരുണ്ടിരിക്കാം, അത് ചതുരത്തിലിരിക്കാം, ഏത് രൂപത്തിലിരിക്കാം. ശരി, അവിടെ കാണുന്ന ആ നിറവും രൂപം, അതിന്റെ ആകൃതിയും അതൊക്കെ എന്താണ് വാസ്തവത്തിൽ? അതാ ഐസിൽ നിന്ന് വേറെയാണ്. അത് തന്നെയാണ്. അതൊന്ന് വേറിട്ട് അതിനൊരു രൂപം ഉണ്ടാകാൻ പറ്റും. ആ ഖനീഭൂതമായിരിക്കുന്ന രൂപവും ജലം തന്നെ വാസ്തവത്തിൽ. ജലത്തിൽ നിന്ന് വേറിട്ട് അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ജലത്തിന്റെ നിറമല്ലല്ലോ ഐസിന്റെ നിറം. അതിന്റെ സ്വഭാവം അത് തരളമായിരിക്കുമ്പോൾ ഒരു രൂപം, ഖനീഭൂതമാകുമ്പോൾ അതിന് വെളുത്ത നിറം. അതുകൊണ്ടാണ് താർക്കികന്മാർ പറയും ജലത്തിന്റെ നിറം എന്താണ് അവർ പറയും? ശ്വേതം, വെളുപ്പം. ജലം വെളുത്തായിരിക്കുന്നു. പാല് പോലെയാണോ ജലം ഇരിക്കുന്നത്? പക്ഷെ നല്ല ശുദ്ധമായ ജലത്തിന്റെ ഐസിനെ നോക്കുക, പാല് പോലെ ആയിരിക്കുന്നു. അതതിന്റെ സ്വഭാവമാണ്. അതിന് പല സയൻസും കാണുമായിരിക്കും, പക്ഷെ അതിന്റെ സ്വഭാവം വെളുത്തിരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് വേർതിരിക്കാൻ കഴിയത്തില്ല. അതിന്റെ ആകൃതിയെ വേർതിരിക്കാൻ കഴിയത്തില്ല. രണ്ടാക്കി കാണുക, ജലം ഇന്നതാണ്, അതിന്റെ ആകൃതി ഇന്നതാണ്, സാധ്യമല്ല. അതുപോലെ ആണ് പറയുന്നത്, ആ പ്രജ്ഞാന ഘനത്തിൽ നിന്നും ഇതിനെ വേർപെടുത്താൻ പറ്റത്തില്ല. ഏകരൂപത്തിലുള്ള പ്രജ്ഞാനത്തിൽ നിന്ന് എന്തിനെ വേർതിരിക്കാൻ വയ്യ? ഈ രൂപങ്ങളെ വേർതിരിക്കാൻ വയ്യ. രൂപങ്ങളെ വേർതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ആ നാമത്തെയും വേർതിരിക്കാൻ വയ്യ. കാരണം ആ നാമം അതിന് കൽപ്പിക്കുന്നതല്ലേ, ആ വസ്തുവിന് കൽപ്പിക്കുന്നതാണ് ആ നാമം. അതുകൊണ്ട് നാമത്തെയും വേർതിരിക്കാൻ വയ്യ. ആ രൂപമെന്ന് പറയുന്നത് വസ്തുവിൽ സ്ഥിതി ചെയ്യുന്നു. നാമം എന്ന് പറയുന്നത് വാഗിന്ദ്രിയം പുറപ്പെടുവിപ്പിക്കുന്നതാണ്. പക്ഷെ രണ്ടും എന്താണ്? ഒന്ന് ചക്ഷേന്ദ്രിയം കാണിച്ചു തരുന്നു, മറ്റൊന്ന് വാഗിന്ദ്രിയം വെളിപ്പെടുത്തുന്നത്. രണ്ടും പ്രജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്. അതെങ്ങനെയാണോ ആ രൂപത്തെ പ്രജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തത്, അതുപോലെ ഈ വാഗിന്ദ്രിയത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തെയും അതും ഈ പ്രജ്ഞാനത്തെ ആശ്രയിച്ചായതുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ രൂപം വേറെ ശബ്ദം വേറെ ആയിട്ട് അനുഭവപ്പെടുന്നത്. പക്ഷെ രണ്ടും പ്രജ്ഞാനത്തെ ആശ്രയിച്ചായതുകൊണ്ട് രണ്ടിനെ അതിൽ നിന്ന് വേർപെടുത്താൻ സാധ്യമല്ല. പ്രജ്ഞാനമില്ലാതെ ശബ്ദം വരും, ഇല്ലല്ലോ. അത് ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ടിത് ഉത്പത്തിയിലായാലും ശരി, സ്ഥിതിയിലായാലും ശരി, ലയത്തിലായാലും ശരി, നമ്മൾ നേരത്തെ സ്വാനുഭവത്തെ നോക്കാൻ പറഞ്ഞു. അത് ഈ പ്രജ്ഞാനത്തിൽ നിന്നും വരുന്നതാണ്. അങ്ങനെ തന്നെ പ്രജ്ഞാനമായിരിക്കാതെ ഇത് വന്നത് അതിനൊരു സമാധാനം പറയാനുള്ളൂ, അവിദ്യ. അതുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു.
ഇവിടെ നിന്ന് പറഞ്ഞല്ലോ എന്താണ് ആ സഹജമായ ജ്ഞാനം ഇത് എവിടെ നിന്നുണ്ടായി, എവിടെ നിലനിൽക്കുന്നു, എവിടെ ലയിക്കുന്നു, അത്തരം ചോദ്യങ്ങളൊന്നും ആ തത്വജ്ഞാനത്തിലില്ല, സഹജജ്ഞാനത്തിലില്ല. കാരണം ഈ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ അന്യമായിട്ടില്ല. അന്യമായിട്ടുണ്ടായാലല്ലേ ചോദിക്കാനുള്ളൂ. പ്രജ്ഞാനം വ്യതിരേകമായിട്ടുണ്ടെങ്കിലല്ലേ ഇതെവിടെ നിന്നുണ്ടായി എന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലേ? ഐസിന്റെ ആകൃതി എവിടെ നിന്നുണ്ടാകുന്നത്, അത് ഐസാണെന്ന് അറിയുന്നവന് പിന്നെ ആ ചോദ്യത്തിന്റെ ആവശ്യമുണ്ട്. എവിടെ നിന്ന് ആകൃതി ഉണ്ടായി? അത് സമാധാനം ഒന്നേ ഉള്ളൂ. എന്താണത്? ഐസ് തന്നെയാണ്. വേറെന്ത് സമാനം പറയുന്നു? അതെന്താ അങ്ങനെ വരുന്നു? അത് ജലത്തിന്റെ സ്വഭാവവിശേഷം. അല്ല അതിന് വേറിട്ട്, ജലത്തിൽ നിന്ന് വേറിട്ട് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് അറിവില്ലായ്മ. അങ്ങനെ പറയുക, അത് അറിവില്ലായ്മയാണ്, നിന്റെ അറിവില്ലായ്മയാണ്, നീ കാണുന്ന നിന്റെ അറിവില്ലായ്മയാണ്. അത് ഐസ് തന്നെയാണ്, അത് ജലം തന്നെയാണ്. ഐസ് എന്ന് പറയുന്നത് ജലം തന്നെയാണ്. അവിടെ ഈ രൂപമില്ലല്ലോ, ഇല്ല. അവിടെ ഈ രൂപമില്ല. പക്ഷെ അതിനെ പറയുന്നത് എന്താണത്? സ്വസ്വരൂപത്തിലാണ്. സ്വരൂപം എന്ന് പറയുന്നത് ഈ കൃത്രിമമായ രൂപം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണോ ഇതെല്ലാം എപ്പോഴും ഈ രൂപത്തോടു കൂടിയേ ഇരിക്കത്തുള്ളൂ എന്ന് ധരിക്കുന്നു. അങ്ങനെയുണ്ട്. ചിലർക്ക് അങ്ങനെ പ്രസംഗിക്കാറുണ്ട്. സ്വർണത്തിനൊരു വിശേഷതയുണ്ട്. എന്താണ്? അതിനെപ്പോഴും ഒരു രൂപം കാണുമല്ല. ഒന്നുകിലത് ആഭരണമായിരിക്കും, അല്ലെങ്കിൽ അത് സ്വർണമായിരിക്കും. സ്വർണം എന്ന് പറയുമ്പോൾ അതിന് രൂപമുണ്ട്. അത് പരന്നിരിക്കും, അല്ലെങ്കിൽ ഉരുണ്ടിരിക്കും. ആഭരണമായിരിക്കുമ്പോഴും രൂപമുണ്ട്. അതുകൊണ്ട് ഈ സത്ത് ഏതെങ്കിലും നാമരൂപത്തോടുകൂടിയേ ഇരിക്കൂ എന്നൊരു ധാരണയുണ്ട്. അത് ഈ ദൃഷ്ടാന്തത്തെ വെച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ്. ദൃഷ്ടാന്തത്തിൽ നിന്ന് എന്താണ് ആവശ്യമുള്ള അതേ എടുക്കാവും, ആവശ്യമില്ലാത്ത എടുക്കരുത്. സ്വർണം എന്ന് പറയുന്നത് കേവലം ഒരു ഉദാഹരണം മാത്രമാണ്. രൂപരഹിതമായ ഈ തത്വത്തിന് രൂപരഹിതമായൊരു ഉദാഹരണം കിട്ടുമോ? കിട്ടത്തില്ല. രൂപമുള്ള ഒരു ഉദാഹരണമേ കിട്ടും. അപ്പോൾ രൂപമുള്ള ഉദാഹരണം എന്ന് പറയുമ്പോൾ അതെപ്പോഴും രൂപത്തോടുകൂടിയിരിക്കും. അങ്ങനെ ഒരു സാമാന്യ രൂപത്തിലിരിക്കുന്നെങ്കിലും അതിന് വിശേഷ രൂപങ്ങളുണ്ടാകുന്നത് ആണ് ഭ്രാന്തി എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കി തരുന്ന ആ ദൃഷ്ടാന്തത്തിലൂടെ. പക്ഷെ ആ ദൃഷ്ടാന്തത്തെ മാത്രം കേവലമായി അവലംബിച്ചാൽ നമുക്ക് തോന്നുന്നു എപ്പോഴും ഇതിന് രൂപം ഉണ്ടായിരിക്കും, എപ്പോഴും ഇത് നാമരൂപങ്ങളോടുകൂടിയിരിക്കും. അതില്ലാന്ന് മനസ്സിലാക്കണമെങ്കിൽ പിന്നെ അവിടെ സ്വാനുഭവത്തെ വെച്ച് ചിന്തിക്കണം. സ്വാനുഭവത്തിൽ വിജ്ഞാനം നശിക്കാതിരിക്കുന്നു. ജാഗ്രതത്തിലും വിജ്ഞാനം നശിക്കാതിരിക്കുന്നു. ആ വിജ്ഞാനത്തിലാണ് ഇതെല്ലാം കാണുന്നത്. സുഷുപ്തിയിൽ വിജ്ഞാനം നശിക്കാതിരിക്കുന്നു. അവിടെ എന്താ നാമം, എന്താ രൂപം? ഈ കാണുന്ന നാമരൂപരഹിതമായി വിജ്ഞാനത്തിന് നിലനിൽക്കാം. അതാണ് വിജ്ഞാനത്തിന്റെ വാസ്തവ സ്വരൂപം. നിലനിൽക്കാമെന്നുള്ളതല്ല, എപ്പോഴും അത് നാമരൂപരഹിതമായി തന്നെ നിലനിൽക്കുന്നു. ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലുമെല്ലാം ഈ വിജ്ഞാനം സദാ നാമരൂപരഹിതമാണ്. അതാണ് ഇവിടെ തത്വമായി മനസ്സിലാക്കേണ്ടത്. അല്ല വിജ്ഞാനം എപ്പോഴും നാമരൂപത്തോടുകൂടി ഇരിക്കുമെന്നല്ല മനസ്സിലാക്കേണ്ടത്. സ്വർണവും വളയും മലയും ഒക്കെ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ തോന്നും. ഇത് ചില അദ്വൈതം ഇങ്ങനെ അദ്വൈതത്തിന് നൂറുകണക്കിന് പുസ്തകം എഴുതിയ ചില ആൾക്കാർ ഇത് പറയുന്നുണ്ട്, തത്വം മനസ്സിലാക്കാതെ. അതിനാണ് പുസ്തകജ്ഞാനം എന്ന് പറയുന്നത്. പുസ്തകം എഴുതാൻ വേണ്ടി മാത്രമുള്ള ജ്ഞാനം.
ഇതെപ്പോഴും അങ്ങനെ നാമരൂപത്തോടുകൂടി ഇരിക്കുന്നതല്ല. എപ്പോഴും ഇരിക്കുന്നതല്ല എന്ന് മാത്രമല്ല, എപ്പോഴും നാമരൂപരഹിതമായിരിക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് നാമരൂപരഹിതമാണ്. അത് ഇപ്പോഴും അത് നാമരൂപരഹിതമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഈ നാമരൂപങ്ങളുടെ വാസ്തവം എന്ന് പറയുന്നത് നാമരൂപരഹിതമായ സ്വരൂപമാണ്. അതാണ് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. തരംഗങ്ങളുടെ വാസ്തവം ജലമാണ്, ആഭരണങ്ങളുടെ വാസ്തവം സ്വർണമാണ്. അത് നാമരൂപം എന്നല്ല പറയുന്നു. അതുപോലെ നാമരൂപങ്ങളോടുകൂടി ഇരിക്കുന്ന ഈ ജാഗ്രത സ്വപ്നം, അതിന്റെ വാസ്തവം തുര്യനാണ്. അത് നാമരൂപരഹിതമായിരിക്കുന്ന അനുഭൂതിയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അവിടെ നാമരൂപരഹിതമായി നിലനിൽക്കുന്നു. അപ്പോൾ അതിനെ നമുക്ക് പറയാം പ്രളയം എന്ന് വിളിക്കാം. എന്തുകൊണ്ട് പ്രളയം എന്ന് വിളിക്കുന്നു അതിനെ? അവിടെ നാമരൂപങ്ങളില്ലാതിരിക്കുന്നു. അല്ലെ, ഒരു തരംഗം അല്ലെങ്കിൽ ഒരു തിരമാല ജലത്തിൽ നിന്നുണ്ടായി ലയിക്കുന്നു എന്നെപ്പോഴാണ് പറയുന്നത്? ആ തിരമാല എന്ന് പറയുന്നതിന്റെ സ്വരൂപം വിട്ടുപോകും. തിരമാല കാണാനില്ലാതാവുമ്പം പറയാം അത് ലയിച്ചു പോയി. പ്രകടമാകുമ്പോൾ പറയാം അതാ ഉത്പന്നമായി. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയും ഇതാ തിരമാല ഉയർന്നു നിൽക്കുന്നു. ഈ മൂന്നവസ്ഥയിലും ജലം തന്നെയാണ്. ആ കാണുന്ന ആകൃതി ജലം തന്നെയാണ്. അപ്പോൾ വാസ്തവം എന്താണ്? അത് ജലമാണ്, അത് രൂപരഹിതമാണ്. അതാണ് പരമാർത്ഥം. അതുകൊണ്ടാണ് എന്നെ പറയുന്നത് എന്താണ്, ലയത്തിലും അത് തന്നെയാണ്. നാമരൂപരഹിതമായിരിക്കുന്ന അത് ആണ് പാരമാർത്ഥികമായ സ്ഥിതി എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. എപ്പോ? നാമരൂപങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും. വീണ്ടും അവിടെ നാമരൂപങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും എന്ന് പറയേണ്ടി വരും. അതിനാണ് പറയുന്നത് അവിദ്യ. അവിദ്യ എന്ന് വെച്ചാൽ എന്തോ ഒരു അത്ഭുതകരമായ സാധനമൊന്നും കാണണ്ട. നമ്മുടെ അനുഭവം തന്നെയാണ്, നമ്മുടെ സാധാരണ അനുഭവം തന്നെയാണ് അവിദ്യ. എല്ലാവർക്കുമുള്ള അനുഭവം തന്നെയാണ്. അല്ലാതെ വിശദീകരിക്കാൻ വയ്യാത്തതോ പറയാൻ വയ്യാത്തതോ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാധനമൊന്നുമല്ല. ജലത്തിൽ തരംഗത്തെ കാണുമ്പോൾ അവിടെ പുതുതായ ഒരു സാധനമുണ്ടെന്ന് നമ്മൾ കരുതുന്നു. നമ്മുടെ അനുഭവമാണ് അവിദ്യ, നമ്മുടെ അനുഭവമാണ്. അതിലെന്താ രഹസ്യമുള്ളത്? സ്വർണത്തെ കാണുമ്പോൾ പുതിയൊരു സാധനമാണെന്ന് തോന്നുന്നു, അതിന് പ്രത്യേകം വില കൽപ്പിക്കുന്നു. ആഭരണത്തെ കാണും. ഇത് സ്വാനുഭവമാണ്, എല്ലാവർക്കുമുള്ള അനുഭവമാണ്. എന്തോ പുതുതായി അവിടെ ഒരു സാധനം ഉണ്ടായി. എന്താ അവിടെ പുതുതായിട്ടുണ്ടായത്? സ്വർണ്ണമല്ല, പക്ഷെ ഉണ്ടായെന്ന് തോന്നുന്നു. ഇത് സ്വാനുഭവമാണ്. അവിദ്യ എന്ന് പറയുന്നത് സ്വന്തം അനുഭവമാണ്. ഇത് രഹസ്യമായ കാര്യം വല്ലതുമാണ്, പിടികിട്ടാത്ത കാര്യം വല്ലതുമാണ്. ചിന്തിക്കാത്തവന് അത് പിടികിട്ടത്തില്ല. ചിന്തിക്കുന്നവന് മനസ്സിലാകും എന്താണ് ഇത് എനിക്കും പറ്റിയൊരു അനുഭവമാണല്ലോ, എനിക്കും പറ്റിയൊരു ഭ്രമമാണല്ലോ. ഓരോ അനുഭവത്തിലും വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അവിദ്യ. അവിദ്യയെന്നോ അജ്ഞാനമെന്നോ എന്ത് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്നവന്, ആ ബോധം വരുന്നവന് പിന്നെ അവിടെ അവിദ്യയില്ല. ഇത് സ്വർണമാണ്, അല്ല വേറിട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ കാണുന്നതൊക്കെ അതിന്റെ തന്നെ ആകൃതിയാണ്, അതൊരു ശില്പിയുടെ വൈഭവമാണ് എന്ന് മനസ്സിലാക്കുന്നവന് അവിടെ അവിദ്യയില്ല. അതുപോലെ തന്നെ ഈ തത്വത്തെ സംബന്ധിച്ച്, ഈ തത്വത്തെ അതുപോലെ തന്നെ അനായാസമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്.
സ്വർണത്തെ സ്വർണമായി ഗ്രഹിക്കുക, അത് ആഭരണത്തെ സ്വർണമായി ഗ്രഹിക്കുക, അതിലെത്രമാത്രം അനായാസതയുണ്ടോ അതുപോലെ അനായാസമായി തന്നെ ഈ തത്വത്തെ മനസ്സിലാക്കാം. അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് അത്? സഹജമായ ജ്ഞാനമാണ്, അപ്രയത്ന ഉത്ഥിതമാണ് ഈ ജ്ഞാനം. പ്രജ്ഞാന വ്യതിരേകമാണ്. അഭാവ പ്രജ്ഞാനത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ടില്ല. ഇവിടെ അവിദ്യാജ്ഞാനം എന്ന് പറയുന്നത് എന്താ? ഒരു പിടികിട്ടാപ്പുള്ളിയാണ്. അല്ല, തസ്മാദേകമേവ ബ്രഹ്മ, അതുകൊണ്ട് ഈ ബ്രഹ്മം ഏകമാണ്, ഏകം തന്നെയാണ്. പ്രജ്ഞാനഘനം ഏകരസം പ്രതിപത്തവ്യം, അങ്ങനെ അത് മനസ്സിലാക്കുക. ഇത് അറിയേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഇവിടെ. അത് പ്രജ്ഞാനഘനമായിരിക്കുന്ന പ്രജ്ഞാനസ്വരൂപമായിരിക്കുന്ന തന്നെക്കുറിച്ചായതുകൊണ്ട് മാത്രം അതിന് പറയുന്നത് സഹജമായ ജ്ഞാനം. തന്നെക്കുറിച്ചായതുകൊണ്ടാണ്. പുസ്തകത്തെ പുസ്തകമായിട്ട് അറിയുമ്പോൾ അത് സഹജമായ ജ്ഞാനമല്ല, അത് കൃത്രിമമായ ജ്ഞാനമാണ്. പക്ഷെ താൻ പ്രജ്ഞാനമാണെന്നുള്ളത് ഇനി ആരെങ്കിലും നിഷേധിച്ചാൽ അതല്ലാതാകും, ആകത്തില്ലല്ലോ. അത് ശ്രുതി ബോധിപ്പിക്കുന്നു, പ്രജ്ഞാനഘനമാണ്, ഏകരസമാണ്, ഏകസ്വഭാവമാണ്. അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. എങ്ങനെ ബോധിപ്പിക്കുന്നു ആ രീതിയിൽ മനസ്സിലാക്കുക. അത് സഹജമായി അങ്ങനെ ആ ജ്ഞാനം തന്റെ സ്വരൂപമായതുകൊണ്ട് തന്നെക്കുറിച്ചുള്ള അറിവ് മാത്രമേ ഇവിടെ സഹജമായിട്ടാകുന്നുള്ളൂ. പ്രതിപത്തവിത്തദാഹ അടുത്ത് പറയുന്നത് പ്രളയപ്രദർശനായ ദൃഷ്ടാന്ത സൈതി സയഥാ സർവാസാം അപാം സമുദ്ര ഏകായനം ഏവം സർവേഷാം സ്പർശാനാം ത്വക് ഏകായനം ഏവം സർവേഷാം ഗന്ധാനാം നാസികേ ഏകായനം ഏവം സർവേഷാം രസാനാം ജിഹ്വ ഏകായനം ഏവം സർവേഷാം രൂപാണാം ചക്ഷുരേകായനം ഏവം സർവേഷാം ശബ്ദാനാം ശ്രോത്രം ഏകായനം ഏവം സർവേഷാം സങ്കല്പാനാം മന ഏകായനം ഏവം സർവേഷാം വിദ്യാനാം ഹൃദയം ഏകായനം ഏവം സർവേഷാം കർമ്മണാം ഹസ്തോ ഏകായനം ഏവം സർവേഷാം ആനന്ദാനാം ഉപസ്ഥ ഏകായനം ഏവം സർവേഷാം വിസർഗാണാം വായുരേകായനം ഏവം സർവേഷാം അധ്വനാം പാദോ ഏകായനം ഏവം സർവേഷാം വേദാനാം വാഗ് ഏകായനം. ഇവിടെ ഏകത്വത്തെ കാണിക്കുകയാണ്. അത് ആ ഏകത്വം എന്ന് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ ഏതനുഭവത്തെ എടുത്തു നോക്കിയാലും ശരി, ഏതനുഭവത്തെ വിശകലനം ചെയ്ത് നോക്കിയാലും ശരി, അത് ആ ഏകത്വത്തിലേക്കാണ് എത്തിക്കുന്നത് എന്ന്. ഇത് നാനാത്വമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ നാനാത്വത്തിന്റെ തത്വം ഏകത്വമാണ്. ആ ഏകത്വം തന്നെയാണ്, ആ ഏകത്വത്തിൽ തന്നെയാണ് ഈ നാനാത്വം ഇങ്ങനെ പ്രകടമായിരിക്കുന്നത്. അതിന് ഓരോ അനുഭവത്തെ എടുക്കും. അതിന്ന അനുഭവം എന്നല്ല, ഇവിടെ ഇപ്പോൾ ഓരോരോ അനുഭവം എടുക്കുന്നു. വിസർഗം വരെയുള്ള അനുഭവങ്ങൾ എടുക്കുന്നു. ഏതനുഭവത്തെ എടുത്താലും ശരി, ഇന്നതെന്നില്ല. ഇവിടെ കുറെ പറഞ്ഞു എന്നുള്ളൂ. കാരണം ഇത് നേരത്തെ പറഞ്ഞു, ഒരുപാട് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിന്. കാരണം ഏതിനും അത് അതിനെ ആ തത്വത്തെ കാണാമെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അല്ല ഇത്രയേ ഉള്ളൂ, ഇനി പറയാനൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. മുമ്പ് ഇതുപോലെ ആവർത്തിച്ച് പറഞ്ഞല്ലോ. ഈ പ്രപഞ്ചം ശബ്ദസ്പർശരൂപരസഗന്ധത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, നാമരൂപാത്മകമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഓരോ അറിവിലും, അറിവിന്റെ ഓരോ അംശത്തിലും ആ ഏകത്വം ആണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ പ്രജ്ഞാനഘനം അത് തന്നെയാണ് സർവത്ര വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ചിന്തിച്ചു മനസ്സിലാക്കുന്നതിനുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ.
പല രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഏത് രീതിയിൽ ചിന്തിച്ചാലും അവിടെ തന്നെ എത്തിച്ചേരും. അത് മുമ്പൊരിടത്ത് ചർച്ച ചെയ്തു. ഈ പ്രജ്ഞാനം തന്നെ ഇങ്ങനെ പൃഥ്വി, അപ്പ്, തേജസ്, വായു ഈ രൂപത്തിൽ ഇങ്ങനെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. അത് തന്റെ തന്നെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ തന്റെ തന്നെ സ്വരൂപത്തെ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതിന് തന്നെ മൂടി വയ്ക്കാൻ കഴിയത്തില്ല, മറയ്ക്കാൻ കഴിയത്തില്ല. ഏത് ഭാഗത്താണ് ആ വന്നതെന്ന് ഓർക്കുന്നുണ്ട്. എവിടെ മുമ്പൊരു ഭാഗത്ത് അത് വന്നു. പൃഥ്വിയാദി രൂപത്തിൽ ഈ അറിവ് തന്നെ മാറുന്നത് സ്വയം അറിവ് അതിന്റെ സ്വരൂപത്തെ മാറുന്നെന്ന് വെച്ചാൽ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അറിവൊരിക്കലും ഒളിഞ്ഞിരിക്കുന്നില്ല ഒരിടത്തും. അതുകൊണ്ടല്ലേ അതിന് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അതിനാർക്കും ഒളിച്ചു വയ്ക്കാനും പറ്റത്തില്ല. ആകാശത്തിൽ നിന്ന് ആർക്കും മാറിയിരിക്കാൻ കഴിയത്തില്ല. ആകാശത്തിൽ നിന്നും മാറിയിരിക്കുക ആർക്കെങ്കിലും കഴിയുമോ? കാരണം എവിടെയായാലും താൻ നിൽക്കുന്ന ഇടമാണ് ആകാശം. തന്നെ ഉൾക്കൊള്ളുന്നത് എന്തോ അതാണ് ആകാശം. അപ്പോൾ അതിൽ നിന്ന് മാറാൻ സാധ്യമല്ല. അതുപോലെ പ്രജ്ഞാനത്തിന് മാറിയിരിക്കാൻ സ്ഥലമില്ല, ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അത് സ്വയം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഈ ജീവന്റെ ഓരോ അനുഭവങ്ങളെ എടുക്കും. അതാ ഏകത്വത്തിൽ എത്തിച്ചേരുമെന്നാണ് ഇവിടെ പറയുന്നത്. അത് ഇവിടെ പ്രളയം എന്നുള്ള രൂപത്തിൽ, സൃഷ്ടി എന്നുള്ള രൂപത്തിലായാലും, ഉത്പത്തി എന്നുള്ള രൂപത്തിലായാലും, സ്ഥിതി എന്നുള്ള രൂപത്തിലായാലും, പ്രളയം എന്നുള്ള രൂപത്തിലായാലും, ഏത് രീതിയിൽ ചിന്തിച്ചാലും ശരി. ഇവിടെ ഇപ്പൊ ചിന്തിക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ചിന്തിക്കുകയാണ് പ്രജ്ഞാനത്തെക്കുറിച്ച്. ആ ഏകത്വം തന്നെയാണ്. ഏകത്വം എന്ന് പറഞ്ഞാൽ പ്രജ്ഞാനം തന്നെയാണ്. യഥേന പ്രകാരേണ സർവാസാം നദി വാപി തടാകാദിഗതാനാം അപാം സമുദ്രോ അബ്ധിരേകായനം ഏകാഗമനം ഏകപ്രളയോ ആ വിഭാഗപ്രാപ്തി എല്ലാം ഏകത്വത്തിലല്ലേ അവസാനിക്കുന്നത്. അത് പറയുന്നു. സർവാസാം അപാം സമുദ്ര ഏകായനം. സർവാസാം അപാം എല്ലാ ജലങ്ങളും, ഏത് നദി, വാപി, തടാകം, ഇതിലെല്ലാം ഉള്ള എല്ലാ ജനങ്ങളും സമുദ്ര അബ്ധിരേവയേകായനം. ഇതെല്ലാം അവസാനം ഒഴുകിയെത്തിയാലും സമുദ്രത്തിലെത്തിച്ചേരും. സമുദ്രത്തിൽ നിന്നാണ് ഇതൊക്കെ വന്നത്. തിരിച്ചതെല്ലാം വർഷകാലത്ത് കരകവി ഇനി ഒഴുകുമ്പോൾ എല്ലാം ആ സമുദ്രത്തിൽ തന്നെ എത്തിച്ചേരുന്നു. എല്ലാത്തിൻ്റെയും ആയതനം ആശ്രയമാവുന്നു തന്നെയാണ്. ആ ഏകത്തിൽ നിന്ന് ഇത് വരുന്നു, പലതാകുന്നു. നദിയാകുന്നു, വാവിയാകുന്നു, തടാകമാകുന്നു, കൂപമാകുന്നു. നദി വാവി തടാകാദിഗതാനാം അപാം സമുദ്രാബ്ധിരേകായനം. ഇത് വെറും ലൗകികമായൊരു ദൃഷ്ടാന്തമാണ്. ഏകഗമനം, ഏകപ്രളയോ, അത് പ്രളയത്തിന്റെ രീതി കാണിക്കുന്നു. ആ വിഭാഗപ്രാപ്തി, പ്രളയം എന്ന് പറയുന്നതാണ് ആ വിഭാഗപ്രാപ്തി. വിഭാഗപ്രാപ്തിയാണ് സൃഷ്ടി. വിഭാഗത്തെ പ്രാപിക്കുന്നു, നാനാഭാഗങ്ങളായി മാറുന്നു. അതിന്റെ ജാഗ്രത വിഭാഗപ്രാപ്തിയാണ്. ആ പ്രജ്ഞാനത്തിന്റെ വിഭാഗപ്രാപ്തിയാണ്. ഇവിടെ പല അറിവുണ്ടാകുന്നു. രൂപമാണ്, ഇത് രസമാണ്, ഇത് ഗന്ധമാണ്, ഇത് സ്പർശമാണ്. ഇത് അറിവിന്റെ വിഭാഗപ്രാപ്തിയാണ്. പ്രളയത്തിലേക്ക് പോകുമ്പോഴോ സുഷുപ്തിയിലേക്ക് പോകുമ്പോഴോ അവിടെ അവിഭാഗപ്രാപ്തിയാണ്. തത്വം അങ്ങനെയാണ്. അവിഭാഗപ്രാപ്തി യഥായം ദൃഷ്ടാന്ത. എങ്ങനെയാണ് ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നതും എല്ലാം ദാഷ്ടാന്തികത്തെ മനസ്സിലാക്കാൻ വേണ്ടി സർവത്ര.
ദൃഷ്ടാന്തം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ദൃഷ്ടാന്തത്തെ പറയേണ്ടി വരുന്നു? കാരണം ബുദ്ധി, മനസ്സ് സ്വതേ ബഹിർമുഖമാണ്. ബഹിർമുഖമായിരിക്കുമ്പോൾ ലോകത്തിലെ വിഷയങ്ങളെ കാണുന്നു. കാണുമ്പോൾ ഏത് സത്യത്തെ വെളിപ്പെടുത്തിയാലും തന്റെ കാഴ്ചയ്ക്ക് അനുസരിച്ചാലും മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നുവെച്ചാൽ താൻ ഈ കാണുന്ന കാഴ്ചകളും തനിക്ക് വെളിപ്പെടുന്ന സത്യവുമായിട്ട് പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കും. അതാണ് സത്യമെങ്കിൽ പിന്നെ ഇതൊക്കെ എന്താ ഇങ്ങനെ കാണുന്നു? പ്രജ്ഞാനഘനമാണ്, ഏകരസമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ കാണുന്നതൊക്കെ എന്തോന്നു? അപ്പൊ പിന്നെ അവിടെ നിന്ന് അതിനെ മനസ്സിലാക്കണം. അവന്റെ കാഴ്ചയ്ക്കനുസരിച്ച് ഓരോ തലങ്ങളിൽ നിന്ന് അതിനെ മനസ്സിലാക്കണം. അവനിതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്നും അത് മനസ്സിലാക്കാവുന്നതാണ്. ഈ കാഴ്ചയുടെ പിറകെ പോയാലും മതി. അതിന് താൻ കാണുന്നതിനെടുത്തു. അതാണ് ഈ ദൃഷ്ടാന്തം. ജലത്തിന്റെ ദൃഷ്ടാന്തമായാലും സ്വർണത്തിന്റെ ദൃഷ്ടാന്തമായാലും എല്ലാം താൻ കാണുന്നതാണ്. അവിടെയും ആത്യന്തികമായിട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്റെ വിവേകത്തെ ഉപയോഗിച്ച് ചിന്തിച്ചാൽ എത്തിച്ചേരുന്ന ആ ഏകത്വത്തിലാണ്, ആ സത്യത്തിലാണ്. അതാണ് യഥായം ദൃഷ്ടാന്ത. ഇതൊരു ദൃഷ്ടാന്തം. ഇതുപോലെ പ്രപഞ്ചത്തിന്റെ ഏത് ഘടകത്തെ എടുത്തു നോക്കുക, ഈ പ്രപഞ്ചം മുഴുവൻ ആ സത്യത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഏകത്വത്തെ വിളംബരം ചെയ്യുകയാണ്. ഏവം സർവേഷാം സ്പർശാനാം മൃദു കർക്കശ കഠിന പിച്ഛിലാദീനാം വായുരാത്മഭൂതാനാം ത്വഗേകായനം. സ്പർശങ്ങൾ പല സ്ഥലത്തും സ്പർശിച്ചു കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും. മൃദു, പഞ്ഞിലും മറ്റും സ്പർശിച്ചു കഴിഞ്ഞാൽ അത് മൃദുവായി അനുഭവപ്പെടുന്നു. കർക്കശം, കഠിനം, അത് കുറച്ചുകൂടി കഠിനമായ പ്രതലങ്ങൾ. പാറയിൽ സ്പർശിച്ചാൽ ഒരു തരത്തിലിരിക്കുന്നു, പുസ്തകത്തിൽ സ്പർശിച്ച വേറെ തരത്തിലിരിക്കുന്നു. അതാണ് കർക്കശ, കഠിനം. അതിന്റെ ഏറ്റക്കുറച്ചിലാണ് ആ സ്പർശത്തിന്റെ. ഏറ്റവും മൃദുവിൽ നിന്ന് തുടങ്ങി ഏറ്റവും കരിമ്പാറയിൽ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന കർക്കശം. പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന പിച്ഛലം, എണ്ണയിലും മറ്റും സ്പർശിക്കുമ്പോൾ ഒരു സ്പർശനം അനുഭവപ്പെടുന്നുണ്ടല്ലോ, ഒരുതരം വഴുവഴുപ്പ്. അതാണ് പിച്ഛലം എന്ന് പറയുന്നത്. ഈ സ്പർശം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആകാശം, അതിൽ സ്പർശമൊന്നുമില്ല. സ്പർശം അനുഭവപ്പെടുന്ന വായു മുതലാണ്. വായുവിലൊരു സ്പർശമുണ്ട്, ശീതമായി, ഉഷ്ണമായി. ആ സ്പർശം ഇങ്ങോട്ട് കടന്നു വരികയാണ്. അവിടെയാണ് അതാദ്യം പ്രകടമാകുന്നത്. അത് അഗ്നിയിലേക്ക് വരുമ്പോൾ അത് ഉഷ്ണമാകുന്നു. സ്പർശത്തിന് വളരെ ഗൗരവമുള്ളതായി, ഉഷ്ണമായി. ജലത്തിലേക്ക് വരുമ്പോൾ അത് പിച്ഛലമായി, ഒരുതരം വഴുവഴുപ്പ്. ഭൂമിയിലേക്ക് വരുമ്പോൾ അത് കഠിനമായി. അതിന്റെ ഏറ്റവും മൃദുവായ ഭാവം തുടങ്ങുന്നത്, ആരംഭിക്കുന്ന വായുവിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിന്റെയൊക്കെ മൂലം വായുവാണെന്ന് പറയാം. തന്മാത്രകളുടെ സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറയുന്നു അനുസരിച്ചാണ് പറയുന്നത്. ഈ കാണുന്ന പഞ്ചഭൂതങ്ങൾ കൂടി കലർന്ന് നിൽക്കുന്നതാണ്. ഇതിൽ ഇന്നത് ആദ്യം, ഇന്നത് രണ്ടാമത്തെന്ന് പറയാൻ പറ്റത്തില്ല. വായുവാണോ ആദ്യം, അതോ പൃഥ്വിയാണോ രണ്ടാമത്തെ, ഇതൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇത് ഒരു കലർപ്പാണ്, ഇതിനകത്തെല്ലാം കലർന്നിരിക്കുകയാണ്. പക്ഷെ തന്മാത്രകളുടെ സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും സാഖ്യന്മാരും പറ്റും. അത് ആകാശത്തന്മാത്ര, അതിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥിവി. അത് വാസ്തവത്തിൽ അതെല്ലാം തന്മാത്രകളാണ്. അവിടെ കേവലമായ ഈ പറയുന്ന ശബ്ദം, സ്പർശം, രൂപം, രസം ഇവ അതിസൂക്ഷ്മമായി അതാതിന്റെ കേവല ഭാവത്തിൽ നിന്നാണ്. അപ്പോൾ ഇതിന്റെ തുടക്കം, സ്പർശത്തിന്റെ തുടക്കം വായുവിലെന്ന് കരുതിയാൽ ഇതെല്ലാം വായുരാത്മഭൂതാനാം, വായുവിന്റെ സ്വരൂപമാണ്.
വായു തന്മാത്രയാണത്. അത് പിന്നീട് പല രൂപത്തിലായി. അത് തന്മാത്രയായിരുന്നു, അത് കേവലം വായു മാത്രമായിരുന്നു. സ്ഥൂലമായി ഇതിലൊരു കലർപ്പ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ആ സൂക്ഷ്മത്തെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ജീവൻ ഗ്രഹിക്കാൻ കഴിയില്ല. ജീവന് ഇത് ഗ്രഹിക്കത്തക്ക ഒരു ഭാഗമാകുന്നതിന് വേണ്ടി ഇത് സ്ഥൂല രൂപത്തെ പ്രാപിച്ചു. അപ്പോൾ ഇത് നാനാവിശേഷങ്ങളായി. അതാണ് പറയുന്നു, വാസ്തവത്തിലത് വായുവാണ് കേവലം. ഈ കാണുന്ന വ്യാപകമായിരിക്കുന്ന, സർവവ്യാപകമായിരിക്കുന്ന ഈ ആകാശം, സർവത്തിനും ഇടം കൊടുക്കുന്ന ഒന്ന് എന്താണെന്ന് അതിനെ നിർവചിക്കാൻ വയ്യ. സൃഷ്ടിയിൽ ഇതിന്റെ ഒരു സൂക്ഷ്മമായ രൂപം ശബ്ദമെന്നാണ് പറയുന്നു. അതുപോലെ അതങ്ങനെ പറയാൻ കാരണം, ശബ്ദം എന്ന് പറയുന്നത് ഒരു പുറമേ എന്തെങ്കിലും ലാബിൽ പരിശോധിച്ച് കണ്ടെത്തിയാൽ വായുവിന്റെ സ്വരൂപ സ്പർശമാണെന്ന് പറയുന്നത് അങ്ങനെ കണ്ടെത്തിയത്. ഇതിനെല്ലാം ഓരോ തത്വങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ഈ തത്വത്തിന്റെ രഹസ്യം എന്താണെന്ന് ആന്തരികമായി ധ്യാനിച്ച് യോഗികൾ അപ്പോൾ അവർക്ക് അവരുടെ അന്ധഃകരണത്തിൽ വെളിപ്പെട്ടതാണ് ഈ തത്വമായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഇത് ആകാശ ശബ്ദരൂപമായിരുന്നു, വായു സ്പർശരൂപമായിരുന്നു. അതുകൊണ്ട് വായുവിന്റെ സ്വരൂപം തന്നെയാണ് ഈ സ്പർശം. ഏകായനം ത്വഗിതി ത്വഗ് വിഷയം സ്പർശ സാമാന്യമാത്രം തസ്മിൻ പ്രവിഷ്ടാഹ സ്പർശവിശേഷാഹ ആപൈവ സമുദ്രം. അത് അതിന്റെ ചരിത്രം എന്തായാലും ഇന്ന് അനുഭവപ്പെടുന്ന എങ്ങനെയാണ്? ത്വഗിന്ദ്രിയം അതുപയോഗിച്ചിട്ടാണ് ഇതിനെല്ലാം, ചൂടായാലും തണുപ്പായാലും എല്ലാം അനുഭവപ്പെടുന്ന ഈ ത്വഗിന്ദ്രിയത്തിനുണ്ട്. ശരീരത്തിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്നു ത്വഗിന്ദ്രിയം, ഉള്ളിലും പുറമേ വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വ്യാപിച്ചിരിക്കുന്ന ത്വഗിന്ദ്രിയം എന്നാൽ സ്പർശം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മറ്റിന്ദ്രിയങ്ങൾക്ക് ഉള്ള ഒരു സ്വാതന്ത്ര്യം ഈ ത്വഗിന്ദ്രിയത്തിനില്ല, രസനേന്ദ്രിയത്തിനുമില്ല. ചക്ഷുരേന്ദ്രിയത്തിന് അങ്ങനെയല്ല. കണ്ണു തുറന്നു നോക്കിയാൽ ആകാശവും ചന്ദ്രനും താരകങ്ങളും എല്ലാം കാണാം. കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. ശ്രവണേന്ദ്രിയത്തിനുണ്ടാ സ്വാതന്ത്ര്യം, ആകാശത്തിലെ ഇടിമുഴക്കും എല്ലാം ഇവിടെ കേൾക്കാം. പക്ഷെ സ്പർശേന്ദ്രിയത്തിന് അങ്ങനെയല്ല. തന്നെ ഒന്ന് സ്പർശിച്ചാലേ അതിനറിയാൻ പറ്റും. അല്പം ദൂരെ ആയിപ്പോയാൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഉഷ്ണം തൊട്ടടുത്തുണ്ട്, പക്ഷെ തന്നെ സ്പർശിച്ചില്ലെങ്കിൽ ശീതോഷ്ണം അറിയാൻ പറ്റത്തില്ല. നല്ല ശീതകാലത്ത് നല്ല കമ്പിളി വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ത്വകിനത് അറിയാൻ പറ്റത്തില്ല, കാരണം അതിന് ബന്ധമില്ല. സ്പർശിച്ചാലേ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു പരിമിതിയാണ്. തൊട്ടടുത്ത് തന്നെ ഉണ്ട് ശീതം. നല്ല ചൂടുകാലത്ത് എ സി മുറി ഇരുന്നാൽ തൊട്ടു പുറത്തുണ്ട് ചൂട്, പക്ഷെ അറിയാൻ പറ്റത്തില്ല. ത്വകേന്ദ്രിയത്തിനുള്ള ശേഷിയില്ല. അത് സ്പർശിച്ചാലേ പറ്റാതെ. പുറത്ത് സ്പർശിച്ചാലും ശരി, ഉള്ളിൽ സ്പർശിച്ചാലും മതി. ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലും അറിയാം ചൂട്. തണുത്ത വെള്ളം കുടിച്ചാൽ ഉള്ളിലും തണുപ്പറിയാം. അത് ഇന്ദ്രിയത്തിന്റെ ഒരു പോരായ്മയാണ്. അതുകൊണ്ടാണ് അതിന് സ്പർശമെന്ന് പേര് വന്നു. തൊട്ടാലേ അറിയാൻ പറ്റും. പക്ഷെ ഇതെല്ലാം എവിടെ തൊടുന്നു? ഈ ഇന്ദ്രിയത്തിൽ, ശരീരത്തിൽ സർവവ്യാപകമായിരിക്കുന്ന ഈ ഇന്ദ്രിയത്തിൽ ത്വഗ് വിഷയം സ്പർശ സാമാന്യമാത്രം തസ്മിൻ പ്രവിഷ്ടാഹ സ്പർശവിശേഷാഹ ആപൈവ സമുദ്രം. എല്ലാ സ്പർശവിശേഷങ്ങളും ശീതമോ ഉഷ്ണമോ
എല്ലാം ഒന്നില്ല, ആ ഏകത്വത്തിൽ പറയുന്നു. അപ്പം നാനാത്വമായി പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്നതെല്ലാം അനുഭവപ്പെടുന്നിടത്ത് തന്നെ അതെല്ലാം ഒരു ഏകത്വത്തിലേക്ക് പോകുന്നു. തദ്വ്യതിരേകേണ അഭാവഭൂത ഭവന്തി. ത്വകേന്ദ്രിയത്തിൽ നിന്ന് വേറിട്ട് ശബ്ദ സ്പർശരൂപരസങ്ങളെയൊന്നും കിട്ടത്തില്ല. ത്വകേന്ദ്രിയം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖമുണ്ട്, സ്പർശനം അറിയാൻ കഴിയാതെ പോകും. ത്വകേന്ദ്രിയം പ്രവർത്തിക്കാതെന്ന് അറിയത്തില്ല. ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയത്തില്ല, കാരണം അവിടെ ഇന്ദ്രിയം അവിടെ പ്രവർത്തിക്കത്തില്ല. പറയും മരവിച്ചു എന്ന് പറയും, ഒന്നും അറിയാൻ കഴിയത്തില്ല. ഈ സ്പർശങ്ങളെല്ലാം അവിടെ അന്തർഭവിച്ചിരിക്കുന്നു. അവിടെയും ഏകത്വം തന്നെ. തസ്യൈതേ സംസ്ഥാനമാത്ര ആസൻ. അവിടെ ഏതൊന്നിലാണോ അത് ഏകീഭവിക്കുന്നത് അതിൽ നിന്ന് തന്നെയാണ് പ്രകടമാകുന്ന ഈ അനുഭവം നടക്കും. നമ്മൾ പറയുന്നു അഗ്നിക്ക് ഉഷ്ണമാണ്, ജലത്തിന് ശീതമാണെന്ന് പറയുന്നു. എവിടെയാ ഈ ശീതവും ഉഷ്ണവും അനുഭവപ്പെടുന്നത്? തന്നിലാണ് അനുഭവപ്പെടുന്നത്, അഗ്നിയിലല്ല. അതല്ലേ പറയുന്നു സൂര്യൻ ഉഷ്ണമുള്ളതാണ് എന്ന് പറയുമ്പോൾ ആ ഉഷ്ണം അനുഭവപ്പെടുന്ന ഇവിടെ തന്നിൽ. തന്നെന്ന് വെച്ചാൽ തന്റെ അറിവിലാണ് അനുഭവപ്പെടുന്നു. ഈ സ്പർശനേന്ദ്രിയം എന്ന് പറയുന്ന തന്റെ ശരീരത്തിലെ ഈ മാധ്യമത്തിലൂടെ തന്നിൽ അനുഭവപ്പെടുന്നു. അല്ലാരും പറയാറില്ല എന്താണ് സൂര്യനിൽ ചൂടാണ് എന്നല്ല പറയുന്നു. സൂര്യന്റെ ചൂട് എനിക്ക് അനുഭവപ്പെടുന്നു, സൂര്യനിലല്ല അനുഭവപ്പെടുന്നു. അവിടെയെല്ലാം ഏകത്വത്തിലേക്കാണ് പോകുന്നത്. ആ ഏകത്വത്തിൽ എത്തിച്ചേരുന്നതിന് ഒരു മാധ്യമത്തെ സ്വീകരിക്കുന്നു, സ്പർശനേന്ദ്രിയം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഏത് അനുഭവത്തെ എടുത്തു പോകും എല്ലാം അതൊരു ഏകത്വത്തിലൂടെ അറിവിൽ അവസാനിക്കും. അറിവിൽ സർവവും അഭേദമായി അടങ്ങുന്നു. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. തഥാ തദവി സ്പർശ സാമാന്യമാത്രം ത്വക് ശബ്ദവാച്യം മന സങ്കല്പേ മനോവിഷയ സാമാന്യമാത്രേ ത്വക് വിഷയൈവ സ്പർശവിശേഷ പ്രവിഷ്ടം തദ് വ്യതിരേകേണ അഭാവഭൂതം ഭവതി എവം മനോവിഷയോപി ബുദ്ധിവിഷയ സാമാന്യമാത്രേ പ്രവിഷ്ട തദ് വ്യതിരേകേണ അഭാവഭൂതോ ഭവതി വിജ്ഞാനം മാത്രമേവ ഭൂത്വാ പ്രജ്ഞാനഘനെ പരേ ബ്രഹ്മണി ആപൈവ സമുദ്രേ പ്രലീയന്തേ ഏവം പരമ്പരാക്രമേണ ശബ്ദാദോ സഹഗ്രാഹകേണ കരണേന പ്രലീനേ പ്രജ്ഞാനഘനെ ഉപാദ്യഭാവാത് സൈന്ധവഘനവത് പ്രജ്ഞാനം ഏകരസം അനന്തരം അപാരം നിരന്തരം ബ്രഹ്മ വ്യവതിഷ്ഠതേ തസ്മാത് ആത്മാ ഏവ ഏകം അദ്വയമിതി പ്രതിപത്തവ്യം.